بسم الله الرحمن الرحيم الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قد جاءكم من الله نور وكتاب مبين يهدي به الله من اتبع رضوانه سبل السلام ويخرجهم من الظلمات إلى النور بإذنه ويهديهم إلى صراط مستقيم صدق الله العلي العظيم صدق وصدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين بنور رسول الله أشراقت الدنا ففي نوره كل يجيء ويذهب براه جلال الحق للخلق رحمة ففي بره كل الورى يتقلب بدا مجده من قبل نشأة آدم فأسماؤه في العرش من قبل تكتب بمبعاثه كل النبيين بشرت فما مرسل إلا له كان يخطب صلاة وتسليم وأزكى تحيته على المصطفى المختار خير البرية ആദരണീയരായ ഉസ്താദുമാരെ, കാരണവന്മാരെ, മാന്യ സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, പരിശുദ്ധ റബീഉൽ അവ്വൽ മാസം നമ്മിലേക്ക് സമാഗതമാകാനും കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഈ സന്ദർഭത്തിൽ ലോകത്തിൻ്റെ നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അത്ഭുതകരമായ തിരുപ്പിറവിയും അതിനോടനുബന്ധിയായി ഉണ്ടായ ചരിത്ര യാഥാർത്ഥ്യങ്ങളും അല്പമെങ്കിലും പഠിക്കുക, ഓരോ വർഷവും അതിനുള്ള സന്ദർഭങ്ങൾ, സൗകര്യങ്ങൾ ഒരുക്കുക എന്നത് തീർത്തും വലിയ ഒരു ഇബാദത്താണ്. കാരണം എല്ലാ മനുഷ്യരും മുസ്ലിം
മുസ്ലിം എന്ന് വ്യത്യാസമില്ലാതെ എല്ലാവരും കൂടുതൽ പഠിക്കേണ്ട ചരിത്രമാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേത്. പ്രത്യേകിച്ച് നമുക്ക് അവിടുത്തെയോടുള്ള മഹബത്ത് വർദ്ധിക്കാൻ, അടുപ്പം കൂടിക്കിട്ടാൻ, എല്ലാവിധ അകൽച്ചകളും മാറി നമ്മുടെ ശരീരവും നമ്മുടെ ഖൽബും നമ്മുടെ കുടുംബവും നമ്മുടെ എല്ലാ സന്ദർഭങ്ങളും വിഷയങ്ങളുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ബന്ധമുള്ളതായി തീരാൻ നമുക്ക് വേണ്ടത് അറിവാണ്. നമ്മൾ ഈ 2-3 ദിവസങ്ങൾ സംഘടിപ്പിക്കുന്നത് ചുരുങ്ങിയ സന്ദർഭങ്ങളിൽ നിന്ന് പഠിച്ചെടുക്കുന്നത് വിശാലമായ പഠനത്തിലേക്കുള്ള ഒരു കാരണമായി അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ധാരാളം അവിടുത്തെ അപദാനങ്ങൾ പറയുകയും വാഴ്ത്തുകയും അത് സംബന്ധിയായി മനസ്സിലാക്കുകയും വേണം. ഇന്ന് ആവുന്ന അത്രയും ഈ ഭൂമി ലോകത്തെ ഏറ്റവും വിശിഷ്ട ദിനമായ അന്നത്തെ റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുണ്യജന്മത്തിന്റെ ദിനം, അന്നുണ്ടായ അത്ഭുതങ്ങളും സംഭവങ്ങളും ധാരാളം വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. ആ ചരിത്ര വസ്തുതകളൊക്കെ പഠിക്കുമ്പോൾ ആമുഖമായി ഒരു കാര്യം സൂചിപ്പിക്കുകയാണ്. നമ്മുടെ നാട്ടിലൊക്കെ പരന്നുകൊണ്ടിരിക്കുന്ന, പലരും പരത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തിൽ നിന്ന് നമ്മുടെ വിശ്വാസത്തെ നാം സംരക്ഷിച്ചെടുക്കണം. പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവതരിപ്പിക്കുന്നു ഒരു മെസ്സഞ്ചർ മാത്രമായിട്ട്, ഒരു സന്ദേശവാഹകൻ. ഒരിക്കലും അങ്ങനെയല്ല. തങ്ങൾ കുറേ വിഷയങ്ങൾ പറയാനും ജനങ്ങൾക്ക് ഓർമ്മപ്പെടുത്തി കൊടുക്കാനും വേണ്ടി വന്ന ഒരാൾ. അങ്ങനെ കാണാൻ പറ്റൂല. അങ്ങനെയല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ നമുക്ക് പഠിപ്പിച്ചു തന്നത്. ഈ ചരിത്രങ്ങളൊക്കെ ഇങ്ങനെ ബാക്കി നിൽക്കാനുള്ള കാരണം തീർത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുല്യ വ്യക്തിത്വമാണ്. എല്ലാ അർത്ഥത്തിലും അവിടുത്തെ ആ സവിശേഷതകൾ, ശ്രേഷ്ഠതകൾ, പവിത്രതകൾ അത് നല്ലോണം അറിയുകയും അനുഭവിക്കുകയും ഉൾക്കൊള്ളുകയും വേണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നിങ്ങൾ നോക്ക്, ആ തിരുപ്പിറവിയിൽ ലോകത്തുണ്ടായ സന്ദർഭങ്ങളിൽ, അവസരങ്ങളിൽ ഏറ്റവും വലിയ ഒന്ന്, ബഹുമാനപ്പെട്ട അംർ ബിൻ ഖുതൈബ റളിയല്ലാഹു അൻഹു പറയുന്നു, മഹാനവർകൾ ഉദ്ധരിക്കുന്നു, എൻ്റെ ഉപ്പ അഥവാ ഖുതൈബ റളിയല്ലാഹു അൻഹു പറയുന്നത് ഞാൻ കേട്ടു. ഉപ്പയെപ്പറ്റി ഇടക്കൊന്ന് പരിചയപ്പെടുത്തുകയാണ്. ഉപ്പ എന്തെങ്കിലുമൊക്കെ പറയുന്ന ആളാണെന്ന് കരുതരുത്. വക്കാന മിൻ ഔഇയത്തിൽ ഇൽം, വിജ്ഞാനത്തിന്റെ നിറകുടങ്ങളിൽപ്പെട്ട ഒരു മെമ്പറാണ് എൻ്റെ ഉപ്പ. ആ വലിയ വിജ്ഞാനമുള്ള ഉപ്പ പറയുന്നു, ലമ്മാ ഹളറത് വിലാദത്തു ആമിന റളിയല്ലാഹു അൻഹ. ഉറക്ക സ്വലാത്തും തർലിയത്തും ചൊല്ലണം. കുറേ സമയമൊന്നുമില്ലല്ലോ. ഇൻഷാ അല്ലാഹ് എത്ര നേരം നമ്മൾ ഇരുന്നാലും ഇബാദത്താണ്. നല്ല നിയ്യത്തോടെ ഇരിക്കണം. കേൾക്കാത്ത ഒരുപാട് ചരിത്ര യാഥാർത്ഥ്യങ്ങളും വിഷയങ്ങളും ഇടക്കിടക്ക് വരുമ്പോൾ നമ്മളത് പ്രത്യേകം കേട്ട് മനസ്സിൽ സൂക്ഷിക്കണം. വീണ്ടും വീണ്ടും പഠിക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. ആമിന ബീവി റളിയല്ലാഹു അൻഹയുടെ വിലാദത്തിന്റെ സന്ദർഭമായപ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദയം ചെയ്യുന്ന സമയമായപ്പോൾ, ഖാലല്ലാഹു തആല ലിമലായികതി, മലക്കുകളോട് അല്ലാഹുവിന്റെ ഒരു ആജ്ഞ, ഇഫ്തഹൂ അബ്വാബസ് സമാഇ കുല്ലഹാ, ആകാശത്തിന്റെ കവാടങ്ങൾ മുഴുവനും തുറക്കൂ, ആകാശത്തിന്റെ വാതിലുകൾ മുഴുവനും തുറക്കണം. വഅബ്വാബൽ ജിനാൻ, സ്വർഗീയ കവാടങ്ങൾ മുഴുവനും തുറക്കണം. കാരണം ലോകത്തേക്ക് അല്ലാഹു സമ്മാനിക്കുന്നത്
അള്ളാഹുവിൻ്റെ റഹ്മത്തുകളിൽ ഏറ്റവും വലിയ റഹ്മത്തായ റഹ്മത്തുല്ലിൽ ആലമീൻ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. തങ്ങൾ ഭൂമിയിലേക്ക് വരുമ്പോൾ സ്വീകാര്യതയുടെ അടയാളമായി ആകാശത്തിൻ്റെ കവാടങ്ങളും സ്വർഗീയ കവാടങ്ങളും മുഴുവനും തുറക്കണം. വഉൽബിസതിശ് ശംസു യൗമഇദിൻ നൂറൻ അളീമ. അന്ന് സൂര്യന് വലിയ പ്രകാശം അണിയിക്കപ്പെട്ടു. വകാന ഖദ് അദിനല്ലാഹു തആല തിൽകസ്സന. ആ വർഷം എല്ലാ സ്ത്രീകൾക്കും അല്ലാഹു തആല അനുവാദം നൽകി. അയ്യഹ്മിൽന ദുകൂറൻ കറാമത്തൻ ലി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വർഷം ഗർഭം ധരിക്കുന്നവർക്ക്, ആൺകുട്ടികൾക്ക് ഗർഭം ധരിക്കാൻ. കാരണം ആ വർഷത്തിന്റെ ഒരു പ്രത്യേകതയാണ്. എന്താണ് ആ വർഷത്തിന്റെ പ്രത്യേകത? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ആദരവ്. അന്ന് ഗർഭധാരണമുള്ള എല്ലാ സ്ത്രീകൾക്കും അള്ളാഹുവിന്റെ പെർമിഷൻ, എല്ലാവർക്കും ആൺകുഞ്ഞുങ്ങൾ. ഒരു നല്ല സന്തോഷത്തിന്റെ ഒരു സന്ദർഭമാണ്. ആമിന ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, ഏകദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദയം ചെയ്യുന്ന സമയമായപ്പോൾ 6 മാസം മുതൽ ഗർഭധാരണം നടന്ന് 6-ാം മാസം മുതൽ കേൾക്കുന്ന ഒരു വലിയ ഒരു സന്ദേശം, ഇടക്കിടക്ക് ഞാൻ കേൾക്കുന്ന ഒരു സന്ദേശം, യാ ആമിനതു ഇന്നകി ഹമൽതി ബിഖൈരിൽ ആലമീൻ. ഓ ആമിന ബീവി, നിങ്ങൾ ഗർഭം ധരിച്ചിരിക്കുന്നത് ലോകതലത്തിൽ ഏറ്റവും ഉത്തമരായ മഹാനെയാണ്. ഫഇദാ വലത്തീഹി ഫസമ്മീഹി മുഹമ്മദാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജനനം നടന്നാൽ പേര് വിളിക്കേണ്ടത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ്. ഈ കാര്യം നിങ്ങൾ മറച്ചു വെക്കണം. ആമിന ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, ഞാൻ ഒറ്റക്ക് വീട്ടിൽ കഴിയുമ്പോൾ അബ്ദുൽ മുത്തലിബ് പുറത്താണ്, കഅബയുടെ പരിസരത്താണ്, ഞാൻ ഒറ്റക്കാണ് വീട്ടിൽ. വലിയ ഒരു ശബ്ദം ഞാൻ കേട്ടു. ആ ശബ്ദം കേട്ടപ്പോൾ എനിക്ക് ചെറിയൊരു ഭയം തോന്നി. പിന്നെ ഞാൻ കാണുന്നു വല്ലാത്ത ഒരു രൂപം. എന്തൊക്കെയോ സംഭവിക്കാനുണ്ട് എന്ന് കരുതി ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ പിന്നെ ഞാൻ കാണുന്നത് ഒരു പക്ഷിയുടെ ചിറക്, വെളുത്ത പക്ഷിയുടെ, വെളുത്ത നിറമുള്ള പക്ഷിയുടെ ഒരു ചിറക് ഞാൻ കണ്ടു. അത് നേരെ താഴ്ന്നു വന്ന് എൻ്റെ മനസ്സിൻ്റെ ഭാഗത്ത് നല്ലോണം ഒന്ന് തലോടി തന്നു. എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഭീതിയും വിഷമങ്ങളും എല്ലാം മാറിപ്പോയി. എനിക്ക് യാതൊരു വിഷമവും ഇല്ല. പിന്നെ ഞാൻ മറ്റൊരു ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ, കിടക്കുന്ന കിടത്തത്തിൽ മറ്റൊരു ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ വെള്ള പാനീയം ഞാൻ കണ്ടു. ഞാൻ അതെടുത്തപ്പോൾ എന്നോട് പറഞ്ഞു, കുടിക്കൂ കുടിക്കൂ എന്ന് പറഞ്ഞു. ഞാൻ നോക്കുമ്പോൾ ആരാണിത് പറയുന്നത്? നല്ല നീളമുള്ള കുറെ സ്ത്രീകളെ ഞാൻ കാണുന്നു. നീളമുള്ള സ്ത്രീകളെ ഞാൻ കാണുന്നു. സുബ്ഹാനല്ലാഹ്, ആ സ്ത്രീകളെ ആമിന ബീവി റളിയല്ലാഹു അൻഹ വർണ്ണിക്കുന്നത് അബ്ദു മനാഫിന്റെ പെണ്ണുങ്ങളെ പോലെയുണ്ട്. അബ്ദു മനാഫിന്റെ പുത്രിമാര് നല്ല നീളമുള്ളവരാണ്. ഇതുപോലെ നല്ല ഹൈറ്റുള്ള കുറെ സ്ത്രീകളെ ഞാൻ കാണുന്നു. അവരെന്നെ തുറിച്ചു നോക്കുന്നു, പരിചയമുള്ളതുപോലെ. എനിക്കാണെങ്കിൽ അവരെ പറ്റി യാതൊരു പരിചയവുമില്ല. അവരെന്നോട് പറയുന്നു, ഈ വെള്ളം നിങ്ങൾ കുടിക്കണം. ഞാൻ ആ വെള്ളം കുടിച്ചപ്പോൾ എനിക്ക് വല്ലാത്തൊരു ആശ്വാസം. വെള്ളം കുടിച്ചു കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ പിന്നെ കാണുന്നത് മുഴുവനും നൂറാണ്. നമ്മളതിന് പ്രകാശം, പ്രഭ എന്നൊക്കെ അർത്ഥം വെക്കും. വല്ലാത്ത ഒരു നൂറ്. ഈ ലൈറ്റിന്റെ വെളിച്ചമല്ല, നമ്മൾ കാണുന്ന ഏതെങ്കിലും 16-ാം രാവിലെ വെളിച്ചമല്ല. വല്ലാത്ത ഒരു പ്രഭ, ഒരു നൂറ് ഞാൻ ഇങ്ങനെ കാണുന്നു. പിന്നെയും കുടിക്കാൻ പറഞ്ഞു. ഞാൻ പിന്നെയും കുടിച്ചു. അപ്പോൾ ആ സ്ത്രീകൾ, ആ സഹോദരിമാർ എൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നു, ഞങ്ങൾ ആരാണെന്ന് മനസ്സിലായില്ല അല്ലേ? നഹ്നു ആസിയത്തു ഇംറാത്തു ഫിർഔൻ
വമറിയമു ഇബ്നതു ഇമ്രാൻ. ഒന്ന് ആസിയ ബീവി റളിയല്ലാഹു അൻഹയാണ്, മറ്റൊന്ന് മറിയം ബീവി റളിയല്ലാഹു അൻഹയുമാണ്. ചില റിപ്പോർട്ടിൽ മൂന്നാമതായി ഒരു സഹോദരിയെ പരിചയപ്പെടുത്തുന്നുണ്ട്. ആരാണ്? മൂസാ നബി അലൈഹിസ്സലാമിന്റെ സഹോദരിയായ കുൽസൂം. അവരുണ്ട്. മൂന്ന് പേരും ഇങ്ങനെ അടുത്ത് വന്ന് നിന്ന് ഒത്താശകൾ ചെയ്യാണ്. അപ്പൊ ഞാൻ ഒറ്റക്കാണ് ആ റൂമിൽ. എന്നോട് പറഞ്ഞു, വിഷമൊന്നും വേണ്ട, നല്ലവണ്ണം സന്തോഷിക്കുക, ഒരു വിഷമവും കരുതേണ്ടതില്ല. ഞാൻ എങ്ങനെ നിൽക്കുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ്, ആകാശഭൂമികൾക്കിടയിൽ നല്ല ഒരു പട്ടുവസ്ത്രം ഇങ്ങനെ തായോട്ടിങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. ആ പട്ടുവസ്ത്രത്തിൽ നിന്ന് കേൾക്കുന്നു, യഖൂലു, ഒരാൾ പറയുന്നത് കേൾക്കുന്നുണ്ട്, ജനങ്ങളുടെ ദൃഷ്ടിയിൽ നിന്ന് ഈ മറ്റൊരു ഭാഗത്തേക്ക് ഈ പട്ടുവസ്ത്രം മാറ്റിപ്പിടിക്കണം. പിന്നെ ഞാൻ മുകളിലേക്ക് നോക്കുമ്പോൾ അന്തരീക്ഷത്തിൽ കുറേ ആളുകളെ ഞാൻ കാണുന്നുണ്ട്. അവരെ കയ്യിൽ പ്രത്യേകം പാത്രങ്ങളൊക്കെ കാണുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, ഞാൻ പിന്നെയും നോക്കുന്ന സമയത്ത് പക്ഷികളെ കൂട്ടത്തിൽ നിന്നൊരു കൂട്ടം പക്ഷികൾ പാറി വന്നു. അവരെല്ലാവരും വന്ന് പല ഭാഗത്തിലൂടെയും ഒന്നിങ്ങനെ പറന്നിട്ടവർ തിരിച്ചുപോയി. ആ സന്ദർഭം കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ കാണുന്നത് 3 കൊടികളാണ്, 3 പതാകകൾ. ആ 3 പതാകകൾ 3 ഭാഗത്തായി സ്ഥാപിക്കപ്പെട്ടതാ ഞാൻ കാണുന്നത്. എനിക്ക് അല്ലാഹു നൽകുന്ന കാഴ്ചയാണ്. ഒന്ന് മശ്രിഖിൽ, പൗരസ്ത്യ ഭാഗത്ത്, മറ്റൊന്ന് പടിഞ്ഞാറ് ഭാഗത്ത്, മൂന്നാമത്തെ ഒന്ന് കഅബയുടെ നേരെ മുകൾ ഭാഗത്ത് 3 പതാകകൾ അങ്ങനെ നാട്ടപ്പെട്ടതായി ഞാൻ കണ്ടു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭൂമിയിലേക്ക് താഴോട്ട് വന്നുപോയി. തങ്ങൾ ഭൂമിയിലെത്തിയപ്പോൾ ഞാൻ നോക്കി, ഫഇദാ ഹുവ സാജിദുൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരെ വന്ന് ഭൂമിയിലെത്തിയപ്പോൾ സുജൂദിലാണ്. കുഞ്ഞുങ്ങളെ സ്വീകരിക്കുന്നവർക്ക് അറിയാം സഹോദരന്മാരെ, ഇതൊരു പ്രത്യേക തരം ജന്മമാണ്. ഒരുപാട് അത്ഭുതങ്ങൾ വിളിച്ചറിയിക്കുന്ന ജന്മമാണ്. സ്വർഗീയസ്ഥരായ തരുണികൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു തആല കരുതി വെച്ച തരുണികളാണ്, സഹധർമ്മിണികളാണ് നേരത്തെ വന്ന് ആശ്വാസം നൽകിയത്. അവര് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവര് മാറിപ്പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുജൂദിലായി നിൽക്കുന്ന സന്ദർഭത്തിൽ വീണ്ടും ആമിന ബീവി റളിയല്ലാഹു അൻഹ നോക്കുമ്പോൾ പരിചരിക്കാൻ കുറച്ച് സ്ത്രീകൾ അവിടെ കാണുന്നുണ്ട്. ഉമ്മു ഐമൻ ബീവി റളിയല്ലാഹു അൻഹയും ഷിഫാ ബീവിയും, അങ്ങനെ 2-3 സ്ത്രീകൾ അവിടെ എത്തിയിട്ടുണ്ട്, സഹോദരിമാരെത്തിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദിൽ നിന്ന് നേരെ വിനയത്തോടെ ഒരു ഇരുത്തം ഇരിക്കുകയാണ്. പിന്നെ തങ്ങൾ ചെയ്യുന്നത് മുകൾ ഭാഗത്തേക്ക് കൈ ഇങ്ങനെ ഉയർത്തിയിടുന്നു, എന്നിട്ടിങ്ങനെ മുകളിലേക്ക് നോക്കുന്നു. ഞാൻ കണ്ടു ഒരു വെളുത്ത മേഘമാണ് പിന്നെ കാണുന്നത്. ആ മേഘം മുകൾ ഭാഗത്ത് നിന്ന് തായോട്ടിങ്ങനെ വന്ന് എന്റെ കണ്ണിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് മറച്ചു. കുറഞ്ഞ നേരം തങ്ങളെ ഞാൻ കണ്ടില്ല. പിന്നെ ഞാൻ കേൾക്കുന്നത് ഒരു ശബ്ദമാണ്, തുവ്വിഫൂ ബിഹി മശാരിഖൽ അർളി വമഗാരിബഹാ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഭൂമിയുടെ എല്ലാ ഭാഗങ്ങളിലും ഒന്ന് കറക്കി വരാൻ, എല്ലാ ഭാഗങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് വിളംബരപ്പെടുത്തി വരാൻ വേണ്ടിയുള്ള ഒരു ശബ്ദം. നമ്മൾ ചിന്തിക്കൂലേ അതിനെത്ര സമയം വേണം? അങ്ങനെ ചിന്തിക്കുന്നുണ്ട് ആരെങ്കിലും? ഇക്കാലത്ത് അങ്ങനെ ചിന്തിക്കും തോന്നില്ല. ഭൂമിയുടെ എല്ലാ ഭാഗങ്ങളിലും, മശ്രിഖ് മഗ്രിബ് എന്ന് പറഞ്ഞാൽ പിന്നെ വേറെ ഭാഗമൊന്നുമില്ലല്ലോ, എല്ലാ ഭാഗങ്ങളിലും ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്നിങ്ങനെ തവാഫ് ചെയ്ത് ഒന്നിങ്ങനെ കറക്കി ഇങ്ങനെ കൊണ്ടുവരാൻ കുറഞ്ഞ ടൈം കൊണ്ട് നടക്കും അത്. കാരണം ആ കൊണ്ടുപോകുന്നത് അള്ളാഹു പ്രത്യേകം നിർദ്ദേശിച്ച് അയച്ച മലക്കുകളാണ്. അവരങ്ങനെ കൊണ്ടുവന്നു, എല്ലാ ഭാഗങ്ങളിലും കഴിഞ്ഞു.
ആമിന ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, കുറഞ്ഞ ടൈം കഴിഞ്ഞപ്പോഴേക്ക് ആ ഒരു എൻ്റെ കണ്ണിൽ നിന്ന് മറഞ്ഞ അവസ്ഥ നീങ്ങി. പിന്നെ ഞാൻ കേട്ടു, ആ നേരത്തെ കണ്ട ആ പ്രകാശത്തിൽ നിന്ന്, മേഘത്തിലെ പ്രകാശത്തിൽ നിന്ന് ഞാൻ പലതും കേട്ടപ്പോൾ എല്ലാ മനുഷ്യരിലേക്കും അതുപോലെ തന്നെ എല്ലാ ജിന്നുകളിലേക്കും മലക്കുകളിലേക്കും പക്ഷികളിലേക്കും പറവകളിലേക്കും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് വെളിവാക്കി കാണിച്ചു കൊടുക്കണം, പ്രദർശിപ്പിക്കണം. ഒരു വിളംബരാണത്, എല്ലാവർക്കും അറിയിച്ചു കൊടുക്കുക. ആ സുബ്ഹിയോടടുത്ത സമയം, ആ നല്ല നേരങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും നല്ല നേരം അത്താഴത്തിന്റെ നേരമാകാൻ ഒരു കാരണം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുപ്പിറവി നടന്ന നേരം. അതാണ് ഏറ്റവും നല്ല നേരം. വിശുദ്ധ ഖുർആനോത്തിനും ദ്വാരക്കാനും നിസ്കരിക്കാനും ഒക്കെ ഏറ്റവും ശ്രേഷ്ഠമായ സമയം. ആ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുപ്പിറവി കൊണ്ട് അല്ലാഹു തആല അനുഗ്രഹം നൽകുന്നത്. ചില ശബ്ദങ്ങളൊക്കെ ഞാൻ കേട്ടു. ആ ശബ്ദങ്ങളിൽ നിന്ന് വിളിച്ചു പറയുന്നത് വ്യത്യസ്ത തരം അമ്പിയാക്കളുടെ സ്വഭാവങ്ങൾ മുഴുവനും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകാൻ. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രകൃതിയും, ഷീസ് നബി അലൈഹിസ്സലാമിന്റെ മാരിഫത്തും, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഷജാഅത്തും, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഖുല്ലത്തും, ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ ഭാഷയും, ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിന്റെ തൃപ്തിയും, സ്വാലിഹ് നബി അലൈഹിസ്സലാമിന്റെ സാഹിത്യവും, ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ യുക്തിയും, യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ സന്തോഷവും, മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഗൗരവവും, അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ക്ഷമയും, യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ അനുസരണവും, യൂഷ നബി അലൈഹിസ്സലാമിന്റെ കഠിനാധ്വാനവും, ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ ശബ്ദം. എന്തൊരു സൗന്ദര്യമുള്ള ശബ്ദ! ദാവൂദ് നബി അലൈഹിസ്സലാം ദിക്ർ ഇങ്ങനെ ചൊല്ലിയാൽ പക്ഷികളൊക്കെ വന്നിങ്ങനെ ഇരിക്കും. നമ്മൾ ദിക്റില്ലാതെ വല്ലോ. ദാവൂദ് നബി അലൈഹിസ്സലാം ദിക്ർ ചൊല്ലിയാൽ പക്ഷികളൊക്കെ വന്നിങ്ങനെ ഇരിക്കും. എല്ലാ പക്ഷികളും വന്നിങ്ങനെ ചുറ്റുഭാഗത്തും ഇരിക്കും. അത്രയും ആനന്ദകരമായ ശബ്ദമാണ് ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ ശബ്ദം. ദാവൂദ് നബി അലൈഹിസ്സലാം ഒന്ന് സബൂർ ഓതിയാൽ അത് കേൾക്കാൻ പക്ഷികളും കാട്ടിലെ മൃഗങ്ങളുമൊക്കെ ഒരുമിച്ചുകൂടി എല്ലാവരും വന്ന് അടുത്തടുത്ത് നിൽക്കാറുണ്ട്. ആ ശബ്ദത്തിന്റെ സൗന്ദര്യവും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകണം നിർദ്ദേശമാണ്. വഹുബ്ബു ദാനിയാൽ, ദാനിയാൽ നബി അലൈഹിസ്സലാമിന്റെ ഹുബ്ബ്. നമ്മൾ കേൾക്കാത്ത നബിയാ? അങ്ങനെ നബിയുണ്ട്. ആ ചരിത്രത്തിലേക്ക് പോയാൽ നമ്മളെ വിഷയം എവിടെ എത്തൂല എന്നൊരു പേടി. പിന്നെ പറയാം. വവഖാറു ഇല്യാസ് അലൈഹിസ്സലാം, ഇല്യാസ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ബഹുമാനം. വഇസ്മത്തു യഹ്യാ, യഹ്യാ അലൈഹിസ്സലാമിന്റെ കാവൽ. വസുഹുദു ഈസാ, ഈസാ നബി അലൈഹിസ്സലാമിന്റെ ത്യാഗം. വഗ്മിസുഹു ഫി അഖ്ലാഖിൻ നബിയീൻ, നബിമാരുടെ മുഴുവൻ സ്വഭാവങ്ങളിലും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുക്കിയെടുക്കാനുള്ള നിർദ്ദേശം. ആ ചുരുങ്ങിയ ടൈമിൽ എല്ലാ നബിമാരുടെയും സ്വഭാവങ്ങളും, എല്ലാവരുടെയും വ്യത്യസ്ത സ്വഭാവങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകപ്പെട്ടു. പിറവിക്ക് ശേഷം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പിന്നവിടെ നടക്കുന്നത്, ബഹുമാനപ്പെട്ട ആമിന ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, നമ്മളിതെല്ലാം മൗലിദിന്റെ ഏടുകളിൽ ഓതാറുണ്ട്. ഇത് കേൾക്കുമ്പോൾ അവിടെ ഓതുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കണം, വായിച്ചു മാത്രം പോയാൽ പോരാതെ വലിയൊരു സന്തോഷമാണ്, വലിയൊരു അത്ഭുതമാണ്. പിന്നെ ഞാൻ നോക്കുമ്പോൾ കാണുന്നത് ഫഇദാ ബിഹി ഖൽ ഖമരി ലൈലത്തുൽ ബദർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് നോക്കുമ്പോൾ പൗർണമിയുടെ വല്ലാത്ത സൗന്ദര്യം, അതുപോലത്തെ അവിടുത്തെ ആ ഒരു രീഹ് സുഗന്ധം, കൽ മിസ്കിൽ ഇദ്ഫർ, എപ്പോഴും വാസന വിടാത്ത മിസ്കിനെ പോലെ, കസ്തൂരിയെ പോലെ വാസനിക്കുന്നു.
ജന്മം കഴിഞ്ഞ ഉടനെ തന്നെ ആ റൂം മുഴുവനും ആ പരിസരം മുഴുവനും കസ്തൂരി വാസനിക്കുകയാണ്. അതിങ്ങനെ വാസനിച്ചു കൊണ്ടിരിക്കുമ്പോ മൂന്നാളുകൾ വരുന്നു. ഫിയദി അഹദിഹിം ഇബ്രീഖും മിൻ ഫില്ല. മങ്കൂസിൽ നമ്മൾ ഓതാറുണ്ട്, ഒരാളെ കയ്യിൽ വെള്ളിപ്പാത്രം. വഫിയദി സാനി തസ്തും മിൻ സമറദ് അഖ്റൽ. പച്ചക്കോമേദകത്താലുള്ള ഒരു തളിക രണ്ടാമത്തെ ആളെ കയ്യിൽ. മൂന്നാമത്തെ ആളെ കയ്യിൽ ഹരീറത്തുൻ ബൈളാ, ഒരു വെളുത്ത നിറത്തിലുള്ള നല്ലൊരു പട്ടിന്റെ പരവതാനി. അതവിടെ വിരിച്ചു. എന്നിട്ട് സുബ്ഹാനല്ലാഹ് അതിൽ നിന്ന് കുറെ മോതിരങ്ങൾ ഇങ്ങനെ എടുത്തു, കുറെ സീലെടുത്തു, നല്ല മുദ്രകൾ എടുത്തു. മുദ്ര എടുത്തപ്പോൾ ആ മുദ്രക്ക് വല്ലാത്ത സൗന്ദര്യമുണ്ട്. നോക്കുന്നവരൊക്കെ അതിന്റെ പ്രകാശം കണ്ണിലേക്ക് സ്വീകരിക്കാൻ കഴിയാതെ കണ്ണ് ചിമ്മുകയാണ്. എന്നിട്ടാ മുദ്രകൾ ഈ വെള്ളിപ്പാത്രത്തിൽ വെച്ച് 7 പ്രാവശ്യം ഒന്നിങ്ങനെ കഴുകിയെടുത്ത് സുമ്മ ഖുതിമ ബൈന കതിഫൈഹി ബിൽ ഖാതം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 2 ചുമലിനിടയിൽ നുബുവത്തിന്റെ ഒരു നല്ല സൗന്ദര്യമുള്ള മുദ്ര പതിപ്പിക്കുകയാണ്. ആ മുദ്ര പതിപ്പിച്ചതിന് ശേഷം ഈ പട്ടുവസ്ത്രം കൊണ്ട് കുറച്ചു നേരം ഇങ്ങനെ പൊതിഞ്ഞു വെക്കുകയാണ്. ഈ സന്ദർഭങ്ങളൊക്കെ ബഹുമാനപ്പെട്ട ആമിന ബീവി റളിയല്ലാഹു അൻഹ നേർക്ക് നേരെ മഹദി അവർകൾ അത് കാണുകയാണ്. ആ സമയത്ത് വല്ലാത്ത ഒരു സന്തോഷം അവിടെ വെളിവാകുന്നു. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭൂവിധാനത്തിലേക്ക് വന്ന ഉടനെ തന്നെ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. അള്ളാഹുവിനെ സ്തുതിച്ചു. കാരണം അള്ളാഹുവിനെ സ്തുതിച്ചു എന്ന് പറയാൻ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ 2 കൈ കൊണ്ട് വാരിയെടുത്തപ്പോൾ ബഹുമാനപ്പെട്ട ഉമ്മു ഐമൻ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഷിഫാ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളുടെ മാതാവാണ് ഷിഫാ ബീവി. അവര് പറഞ്ഞു, ഞാൻ എൻ്റെ കയ്യിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എടുത്തപ്പോൾ ആരോ പറയുന്നത് കേട്ടു, റഹിമക്കല്ലാഹ്. അൽഹംദുലില്ലാഹ് ചൊല്ലിയാ പറയില്ലേ റഹമുക്കല്ലാഹ്. അപ്പൊ ഞങ്ങൾ ആദ്യം ചൊല്ലിയത് അൽഹംദുലില്ലാഹ്. ആ ഒരു സന്തോഷത്തിന്റെ വചനമാണ്. ചില മഹാന്മാര് പറഞ്ഞു, ആ സമയത്തും പിന്നീടുള്ള സമയങ്ങളിലൊക്കെ അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ സുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസീലാ എന്ന ദിക്റുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലിയിട്ടുണ്ട്. ഇരിക്കട്ടെ, റഹിമക്കല്ലാഹ് എന്ന് പറഞ്ഞപ്പോൾ ആരാണ് ഒരു പ്രാർത്ഥന നടത്തുന്നത്? അതേ ഹംദ് ചൊല്ലിയപ്പോൾ മലക്കുകൾ തസ്മീത്ത് ചൊല്ലിയതാണ്. ശമ്മതതഹുൽ അംലാകു ഇദ് വാളഅതുഹു വശഫത്നാ ബിഖൗലിഹാ ശിഫാഉ. ഇമാം ബുസീരി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഹംസിയയിൽ നമ്മെ പഠിപ്പിച്ചു, മലക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തസ്മീത്ത് ചൊല്ലി അനുഗ്രഹ പ്രാർത്ഥന, ഹംദ് കേട്ടിട്ടാണ് ആ അനുഗ്രഹ പ്രാർത്ഥന നടത്തുന്നത്. ആ വിഷയം നമുക്ക് പറഞ്ഞു തന്നു അശ്ശിഫാഉ, ഷിഫാ ബീവി റളിയല്ലാഹു അൻഹാ. എന്നിട്ട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആമിന ബീവി റളിയല്ലാഹു അൻഹയുടെ ഭാഗത്ത് ഓരം ചേർന്നിങ്ങനെ നിൽക്കുന്ന സമയത്ത് ആമിന ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, അബ്ദുൽ മുത്തലിബിനോട് പോയിട്ട് വിവരം പറയണം, അബ്ദുൽ മുത്തലിബിനോട് പോയി വിവരം പറയണം. അബ്ദുൽ മുത്തലിബിനെ വിളിക്കാൻ വേണ്ടി ആളുകൾ പോയി. സുബ്ഹാനല്ലാഹ്, ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അബില്ലാസ് റളിയല്ലാഹു അൻഹുവിന്റെ മാതാവ് പറഞ്ഞു, ഞാൻ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനം നടന്ന ശേഷം ഞാൻ അവിടെയുണ്ട്. നോക്കുന്ന സമയത്ത് ഫലം അൻദുർ മിനൽ ബൈത്തി ഇല്ലാ നൂറാ, ആ വീട്ടിൽ നൂറല്ലാതെ, പ്രഭയല്ലാതെ, പ്രകാശമല്ലാതെ മറ്റൊന്നും ഞാൻ കാണുന്നില്ല. ഞാനിങ്ങനെ ഓരോ ഭാഗത്തേക്കും നോക്കുമ്പോൾ എനിക്ക് തോന്നി അവിടൊക്കെ നക്ഷത്രങ്ങൾ ഇങ്ങനെ വീഴുന്നതാണോ. അന്നൊരു പ്രത്യേക നക്ഷത്രം ഉദിച്ചിട്ടുണ്ട്, അത് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പലരും ആ ദിവസം നോക്കി നിൽക്കുന്നുണ്ട്, രാത്രി ഉറങ്ങാതെ. അന്നത്തെ പുരോഹിതന്മാരിലും പണ്ഡിതന്മാരിലും പലരും
വേദഗ്രന്ഥങ്ങളിൽ നിന്ന് അവർ വായിച്ചെടുത്തു. അന്നൊരു പ്രത്യേക നക്ഷത്രത്തിന്റെ ഉദയമുണ്ട്. ആ ഉദയം കാത്തു നിന്നിരുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. അത് കണ്ടനുഭവിച്ച ശേഷം ഒരു പ്രത്യേക തരത്തിൽ ഒരു കുഞ്ഞ് ഇന്ന് ജനിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം പറയാൻ അന്നത്തെ പുരോഹിതന്മാരിൽപ്പെട്ട ആളുകൾ ഖുറൈശികളോട്, ഖുറൈശി പ്രമുഖന്മാരോട് ആ വിഷയം സൂചിപ്പിച്ചുകൊണ്ട്, വിഷയം ശരിക്ക് കൃത്യമായി പറഞ്ഞുകൊണ്ട് അവര് പറഞ്ഞു, ഇന്നത്തെ ദിവസം ഒരു പ്രത്യേക തരം നക്ഷത്രം ഉദയം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അനുഗ്രഹീത രൂപത്തിൽ ഒരു കുഞ്ഞ് ഇന്ന് അറബികളിൽ ജന്മമെടുത്തിട്ടുണ്ട്. മക്കത്ത് താമസിച്ചിരുന്ന ഒരു യഹൂദി, ആ യഹൂദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിറന്ന ആ നേരം ഖുറൈശികളുടെ ഒരു സദസ്സിനോട് സംസാരിച്ചുകൊണ്ട് ചോദിച്ചു, ഹൽ ഉലിദ ഫീക്കും അല്ലൈലത മൗലൂദ്, ഇന്ന് നിങ്ങളെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഒരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ടോ? അവര് പറഞ്ഞു, വല്ലാഹി മാ നഅലമുഹു, ഞങ്ങൾക്കറിയൂല. ആ സമയത്ത് യഹൂദി പറഞ്ഞു, എന്നാൽ ഇഫ്ളൂ മാ അഖൂലു ലക്കും, ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഉലിദ ഹാദിഹിൽ ലൈലത നബിയ്യു ഹാദിഹിൽ ഉമ്മത്തിൽ അഖീറ. യഹൂദിയാണ്, ജൂതനാണ് പറയുന്നത്, ഈ ഉമ്മത്തിന്റെ നബി ഇന്നത്തെ രാത്രി ജനനം ചെയ്തിരിക്കുന്നു, ഉദയം ചെയ്തിരിക്കുന്നു. നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് ആ നബിയെ കാണാൻ വേണ്ടി പോകുന്ന ആളുകൾ തിരിച്ചറിയാൻ വേണ്ടി ഞാനൊരു കാര്യം പറഞ്ഞു തരാം. തൗറയിൽ നിന്നും മറ്റുമൊക്കെ കേട്ട വിവരമാണ്, പഠിച്ച വിവരമാണ്. ചുമല് നോക്കിയാൽ അവിടെ നല്ലൊരു മുദ്ര കാണും, നല്ല തിളക്കമുള്ള നുബുവത്തിന്റെ ഒരു ശീല അവിടെ കാണും. കാണുന്നവർക്ക് വല്ലാത്ത തിളക്കം അനുഭവിക്കാൻ കഴിയും. അന്ന് രാവിലെ ആയപ്പോൾ ജനങ്ങൾ ഈ വാക്ക് കേട്ട് പലരും വീട്ടിലേക്ക് തിരിച്ചുപോയി. എല്ലാവരും ചോദിക്കുന്നുണ്ട് പരസ്പരം, അങ്ങനെ വല്ല വാർത്തയും കിട്ടിയിട്ടുണ്ടോ? ആ യഹൂദി വെറുതെ ഒന്നും പറയൂല, എന്തെങ്കിലും അറിയാതെ പറയൂല. എല്ലാവരും വീട്ടിൽ പോയി അന്വേഷിച്ചപ്പോ വീട്ടിലുള്ള സഹോദരിമാര് പറഞ്ഞു, അങ്ങനെ ഒരു ജന്മം നടന്നിട്ടുണ്ട്. ഖദ് ഉലിദൽ ലൈലത ലി അബ്ദുല്ലാഹി ബിൻ അബ്ദുൽ മുത്തലിബ് ഗുലാമുൻ സമ്മൗഹു മുഹമ്മദ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നാമകരണം ചെയ്ത ഒരു കുഞ്ഞ് അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു നിന്ന് ജനിച്ചിട്ടുണ്ട്. ആ വിവരം കേട്ടപ്പോ ഈ കേട്ട ആളുകൾ മുഴുവനും യഹൂദിന്റെ അടുത്ത് പോയി. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, ഞങ്ങളെ വീട്ടുകാരും പെണ്ണുങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ യഹൂദി പറഞ്ഞു, അതെന്നെയാണ് ആ കുട്ടി എന്ന് നോക്കാൻ വേണ്ടി നിങ്ങളൊന്നും എൻ്റെ കൂടെ പോരണം, ഞാനൊന്ന് നോക്കട്ടെ. അങ്ങനെ യഹൂദി ഇങ്ങനെ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊന്ന് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും പറഞ്ഞു, തങ്ങളെ ഒന്ന് കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുറത്തേക്ക് എത്തിച്ചു. ഒരൊറ്റ നോട്ടം നോക്കി ആ മുദ്ര കണ്ടപ്പോഴേക്ക് ഫഖറ മഗ്ശിയൻ അലൈഹി, യഹൂദി ബോധം കെട്ട് വീണുപോയി. കാരണം യഹൂദിക്ക് ശരിക്കും ഉറപ്പായി, ഇങ്ങനെ ഒരു ഖത്മുന്നുബുവത്തുള്ള ഒരു കുട്ടിയാണ് അവസാനത്തെ നബിയായി വരുന്നത് എന്ന് തൗറയിൽ നിന്ന് വായിച്ചെടുത്ത വിവരം. കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം അന്നത്തെ കാലത്ത് ആളുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനത്തെ സംബന്ധിച്ച്, ശേഷം റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം അവിടുത്തെ സമൂഹത്തോട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദയത്തെ പറ്റി വിവരിച്ചു കൊടുത്തതിന്റെ ബാക്കി പത്രങ്ങളിൽ നിന്ന് കിട്ടിയ വിവരം അനുസരിച്ചാണ് യഹൂദി പറയുന്നത്. ആ ഖത്മുന്നുബുവത്ത് കണ്ടപ്പോ ബോധം കെട്ട് വീണുപോയി. ഇല്ലാത്ത സംഭവം തന്നെ. അപ്പൊ ബോധം തെളിഞ്ഞിട്ട് ചോദിച്ചു, വൈലക്, ജനങ്ങൾ ചോദിച്ചു, എന്താ നിനക്ക് പറ്റിപ്പോയത്? വലിയ വിവരൊക്കെ പറഞ്ഞ ആളല്ലേ, ഇപ്പൊ നിനക്കെന്താ സംഭവം? യഹൂദി പറഞ്ഞു, വല്ലാഹി ദഹബത്തിൻ നുബുവത്തു മിൻ ബനി ഇസ്രായീൽ, ബനു ഇസ്രായീലിൽ നിന്ന് നുബുവത്ത് അസ്തമിച്ചു. ഇപ്പോൾ നബി വന്നിരിക്കുന്നത് ആരിൽ നിന്നാണെന്നറിയോ? അറബികളെ, നിങ്ങളിൽ നിന്നാണ്. എന്നിട്ട് പറഞ്ഞു, അഫ്റഹതും ബിഹി, നിങ്ങൾ സന്തോഷിക്കണം.
യഹൂദി പറയാണ്, ഈ കുഞ്ഞിനെ കൊണ്ട് നിങ്ങൾ സന്തോഷിക്കണം ഖുറൈശികളെ. അമാ വല്ലാഹി ലയസ്തുവന്ന ബികും സത്വാ, നിങ്ങളെ എല്ലാവരെയും ഈ കുഞ്ഞ് കീഴ്പ്പെടുത്തും കേട്ടോ, നിങ്ങളെല്ലാവരെയും കീഴ്പ്പെടുത്തും. യഖ്റുജു ഖബറുഹാ മിനൽ മശ്രിഖി ഇലൽ മഗ്രിബ്, ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഈ കുഞ്ഞിന്റെ വിവരം എത്തും. ഈ കുട്ടിയെക്കുറിച്ച് അറിയാത്ത ഒരാളും ഉണ്ടാകൂല, ലോകത്തിന്റെ എല്ലാ തലങ്ങളിലും എത്തും. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിവരങ്ങൾ അന്ന് നടന്ന വലിയ ഒരു സംഭവമായി മഹാന്മാരായ പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്നത് കാണാം. അന്നത്തെ ദിവസമാണ് പിശാചുക്കളെ മുഴുവനും തടയിടപ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മത്തോടുകൂടെ, ജനനത്തോടുകൂടെ പിശാചുക്കൾക്ക് മുഴുവനും തടസ്സം വന്നുപോയി. അവരെ കാര്യങ്ങളൊന്നും നടക്കാത്ത പരുവത്തിലായി. എന്തേ കാരണം? മുകളിലേക്ക് കയറാൻ വേണ്ടി ഉദ്ദേശിച്ച്, വിവരങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ഉദ്ദേശിച്ച് മുകളിലേക്ക് കയറാൻ വേണ്ടി പോകുന്ന സമയത്ത് നല്ല ഉൽക്കവർഷമുണ്ടായി. പല ശൈത്താന്മാരുടെയും ശരീരത്തിൽ പല ഭാഗങ്ങളും കത്തിക്കരിഞ്ഞുപോയി. അവർ വന്ന് നേതാവിനോട് പറഞ്ഞു, ഇന്ന് ഭൂമിയിൽ എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ വിവരങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി നേതാവായ ഇബ്ലീസ് ശൈത്താന് കൂട്ടാളികളോട് പറഞ്ഞു. എല്ലാ ഭാഗത്തേക്കും പോയപ്പോൾ അവർക്ക് വിവരം കിട്ടി, അബ്ദുൽ മുത്തലിബിന്റെ കുടുംബം ഇന്ന് വല്ലാത്ത സന്തോഷത്തിലാണ്. അവിടെ ഒരത്ഭുതകരമായ കുഞ്ഞ് ജനിച്ചിരിക്കുന്നു. അത് കേട്ടപ്പോഴാണ് ഇബ്ലീസ് പൊട്ടിക്കരഞ്ഞു പോയത്. ഇബ്ലീസ് വാവിട്ട് കരഞ്ഞുപോയി. ചരിത്രത്തിൽ ഇബ്ലീസ് പൊട്ടിക്കരഞ്ഞ സന്ദർഭങ്ങൾ 4 പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിലൊന്നാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മവാർത്ത കേട്ടപ്പോൾ അനുയായികൾ ചോദിച്ചു, എന്തിനാ നിങ്ങൾ കരയുന്നത്? നേതാവ് പറയാണ്, മുകളിലേക്കുള്ള കവാടം മുഴുവനും കൊട്ടിയടക്കപ്പെട്ടു പോയി എന്നതു മാത്രമല്ല, ഈ നബിയുടെ അനുയായികളിൽ എത്ര പിന്തിരിപ്പിച്ചാലും കിട്ടാത്ത കുറെ മഹാരഥന്മാര് വരാനുണ്ട്. മുമ്പുള്ള നബിമാരുടെ അനുയായികളെക്കാൾ കൂടുതൽ ഒരുപാട് സ്വാലിഹീങ്ങൾ, ഔലിയാക്കൾ, വലിയ മഹത്വമുള്ള ആളുകൾ നമ്മൾ എത്ര സത്യത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചാലും പതറാത്ത പാദത്തോടെ അവർ ഉറച്ചു നിൽക്കും. ഒരിഞ്ച് മാറൂല. അങ്ങനെ മാറാതെ ഉറച്ചു നിന്ന മഹാന്മാരാണ് ബദരീങ്ങൾ. അവര് മാറിയില്ല. അവർക്ക് ചെറിയ ഒരു സ്വീപ്പുണ്ടാക്കാൻ പോയി. ബദറിലെത്തിയിട്ട് രാത്രി ഒന്ന് ഉറങ്ങിയിട്ട് സുബഹിക്കണ്ട് എണീറ്റപ്പോ പലർക്കും കുളി നിർബന്ധമായി. വെള്ളമല്ലല്ലോ. അപ്പൊ മനസ്സിൽ ഇങ്ങനെ ഒരു ചെറിയ വിശ്വാസം, ഇങ്ങനെ നിങ്ങൾ സത്യത്തിന്റെ മാർഗത്തിൽ സത്യത്തിന്റെ വക്താക്കളായിട്ട് കുളിക്കാൻ പോലും വെള്ളമില്ലാത്തൊരവസ്ഥ. നമ്മൾ സത്യത്തിന്റെ പക്ഷത്ത് തന്നെയാണെന്ന് അവർ മനസ്സിൽ നല്ലോണം അങ്ങോട്ട് ഉറപ്പിച്ചപ്പോ അള്ളാഹു നല്ല മഴ നൽകി. ആ നൽകിയതിനെ പറ്റി അള്ളാഹു പറയുന്നുണ്ട്, വയുദ്ഹിബഅൻകും റിജ്സ ശൈത്വാനി വലിയർബിത അലാ ഖുലൂബികും വയുസബ്ബിത ബിഹിൽ അഖ്ദാം. മനസ്സ് ഒന്നുകൂടി നല്ലോണം ഉറപ്പിക്കാനും പിശാചിന്റെ ആ ഒരു മോശപ്പെട്ട ആ ഒരു വൃത്തികേട് തുടച്ചു നീക്കാനും നല്ല മഴ അല്ലാഹു തആല തന്നു. മക്കക്കാർക്ക് ഏറ്റവും ഐശ്വര്യവും നിറഞ്ഞു നിന്ന വർഷം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദയം ചെയ്ത വർഷം. അത്ര കായികനികൾ ഉണ്ടായ ഒരു വർഷം അതിനു മുമ്പുണ്ടായിട്ടില്ല. അത്ര പച്ചക്കറി ഉണ്ടായ ഒരു വർഷം അതിനു മുമ്പുണ്ടായിട്ടില്ല. ആ വർഷത്തിലാണ് ഏറ്റവും നല്ല സമൃദ്ധി. കാരണം ഭൂമി ഒരുങ്ങി, ഭൂനിവാസികൾക്ക് മുഴുവനും സുഖവും സൗകര്യവും ഒരുക്കി ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത് റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അപ്പൊ മുകളിലേക്ക് കയറാൻ പറ്റാത്തതുകൊണ്ട് മാത്രല്ല, വലിയ ഒരു തടസ്സമാണ് ഇവിടെ ഉണ്ടായത് എന്ന് ആലോചിച്ച് ഇബ്ലീസ് ലഈൻ പൊട്ടിക്കരഞ്ഞുപോയി. മറ്റൊരു സന്ദർഭം,
ഹീന ഉൻസിലത്തിൽ ഫാത്തിഹത്തു, ഫാത്തിഹ സൂറത്ത് ഇറക്കപ്പെട്ടപ്പോഴാണ്. ഫാത്തിഹ സൂറത്ത് ഇബ്ലീസിന് വല്ലാത്ത പേടിയാണ്. നമുക്ക് ഫാത്തിഹ എന്നൊരു വിഷയമല്ല, ഠിം എന്നുകൊണ്ട് ഓതിപ്പോകും നമ്മൾ. ഫാത്തിഹ സൂറത്ത് അവതരിപ്പിച്ചപ്പോൾ ഇബ്ലീസ് പൊട്ടിക്കരഞ്ഞെങ്കിൽ ഫാത്തിഹന്റെ മഹത്വത്രേ. ഉമ്മുൽ കിതാബായ ഫാത്തിഹ കൊണ്ട് നടക്കാത്ത സംഗതികളുണ്ടോ? നമ്മളൊരു ഫാത്തിഹ കൊണ്ടൊരു സംഗതി നടക്കണം തീരുമാനിക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ നമുക്ക് പറഞ്ഞു തരേണ്ടി വരും, 700 എണ്ണം ചൊല്ലിക്കോളി. അപ്പോഴാ നമുക്ക് തരിക ആ ഫാത്തിഹക്ക് ഇങ്ങനൊക്കെ ഉണ്ടല്ലേ. ഫാത്തിഹ ഓതി ദ്വാരുന്നാൽ ഉത്തരം കിട്ടുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അതുകൊണ്ടാണ് അൽ ഫാത്തിഹ വിളിക്കുന്നത്. അത് വെറുതെ വിളിക്കല്ലത്, ഹദീസിലുള്ളതാണ്. ഫാത്തിഹ ഓതി ദ്വാരുന്നാൽ ഉത്തരം കിട്ടും. പലരും പറഞ്ഞു പറ്റിച്ചു, അത് വലിയമാര് ചോറ് വെച്ചിട്ടും മൗലൂദൊക്കെ ഓതിയിട്ട് പോകാൻ നേരായില്ലേ, അപ്പൊ ഒരു അടയാളം കുറിക്കാനാണ്. നല്ല ഫാത്തിഹന് മുമ്പ് ഓതിയിട്ടുണ്ട്. ഫാത്തിഹ ഓതി ദ്വാരുന്നാൽ ദ്വാഇന് ഉത്തരമുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദ്വാർക്കുന്ന ദ്വാ വെറുതെ ആകരുത്, അതൊരു കനത്തിലാകണം, കാര്യത്തിലാകണം. അതിനാണ് ഫാത്തിഹ വിളിച്ചത് അല്ലേ. ഇവിടെ കണ്ടോന്ന് എനിക്കറിയില്ല, പഴയ പള്ളികളിലൊക്കെ അല്ലേ സുബ്ഹാൻ സുബ്ഹാൻ എന്നൊരു വിളി അല്ലേ. ഇവിടെ എന്താ ആ ഒരു 7 ഫാത്തിഹ നമുക്കൊക്കെ ഒരു അലോസരായിട്ടും അരോചകമായിട്ടും തോന്നാലേ. പക്ഷെ അതിനുശേഷം ചെയ്യുന്ന ദുആ നല്ല കട്ടിയും കനമുണ്ട്. നമ്മളത് കേൾക്കാൻ നിൽക്കുകയാണ് ഇറങ്ങിപ്പോവാൻ. ഏത് സുബ്ഹാൻ സുബ്ഹാൻ, അത് നമ്മളെ ഊരമടി കൊണ്ടാണ്. ഇരുന്നങ്ങോട്ട് ദ്വാരുന്നാൽ ഒരൊറ്റ ഫാത്തിഹ ഓതിയിട്ട് കുടുംബത്തലവന്റെ വിഷ ഇറക്കി കൊടുത്തതിന് എത്ര ആടുകളെ കിട്ടിയത്? ഒരാളാണ് ഫാത്തിഹ ഓതിയത്, ഒരു സ്വഹാബി. എത്ര ഫാത്തിഹ ഓതിയത്? 1. പക്ഷെ ആ ഫാത്തിഹ ഓതിയ ടൈമിൽ തന്നെ കാലുകൊണ്ട് ശരിക്കും അങ്ങോട്ട് നടന്നു. കാല് വെച്ചെടുത്തുന്ന 1 ഇഞ്ച് അനക്കാൻ കഴിയാതെ പൊട്ടിക്കരയുന്ന കുടുംബത്തലവൻ, കുടുംബനാഥൻ, ഗോത്രത്തലവൻ. ഒരു സ്വഹാബി അങ്ങോട്ട് ഓതി ഫാത്തിഹ ഓതിയപ്പോഴേക്ക് വിഷം കൊണ്ട് നീ. അങ്ങനെ നല്ല സന്തോഷത്തോടെ നടന്നപ്പോ വേണ്ടതൊക്കെ കൊടുക്കാൻ പറഞ്ഞു. വേണ്ടതൊക്കെ കൊടുക്കാൻ പറയില്ലേ, കാരണം അത്രയും നല്ല സന്തോഷമല്ലേ കിട്ടിയത്. കാലിങ്ങനെ തേള് കടിച്ചിട്ട് അല്ലെങ്കിൽ പാമ്പ് കടിച്ചിട്ട് നീര് കെട്ടി വീർത്ത് വേദനിച്ച് വിഷമിച്ച് നിൽക്കുകയാണ്. എല്ലാ കാര്യത്തിനും തുടക്കം കുറിക്കേണ്ടത് എന്തുകൊണ്ടാ? ഫാത്തിഹ കൊണ്ടാണ്. അതാണ് അതിന്റെ പേരെന്നെ അങ്ങനെ, ഫാത്തിഹ എന്നുള്ള പേര്. എല്ലാ വിഷയത്തിലും തുടക്കം കുറിക്കേണ്ടത് ഫാത്തിഹ കൊണ്ടാണ്. അതൊരു നിസ്കാരത്തിൽ ഓതാൻ മാത്രമുള്ളതല്ല ഫാത്തിഹ. അങ്ങനെ ചിലർ മനസ്സിലാക്കി. എല്ലാ സംഗതികൾക്കുള്ളതാണ് ഫാത്തിഹ. ആ ഫാത്തിഹ സൂറത്ത് ഓതി ഒരൊറ്റ പ്രാവശ്യം ഓതിയപ്പോഴേക്ക് ഇത്ര വലിയ ശിഫ കിട്ടിയപ്പോ 10-30 സ്വഹാബിമാർക്ക് ഓരോരുത്തർക്കും ഓരോ ആടാ കിട്ടിയത്. അപ്പൊ മനസ്സിലായില്ല, മന്ത്രിക്കാൻ പോയ ഉസ്താദിന്റെ കൂടെയുള്ളവർക്കൊക്കെ കൊടുക്കണം. ആ ശരി, ഉസ്താദ് അത് തെളിവ് പറയാനാ വന്നത്. പറഞ്ഞ കൂട്ടത്തിൽ അത് പറഞ്ഞാണ്. ഒരാളല്ലേ മന്ത്രിച്ചത്, ഒരു സഹാബിയല്ലേ. എല്ലാരും മന്ത്രിച്ചോ? ഇല്ലല്ലോ. കിട്ടിയത് നോക്കി ആളുടെ എണ്ണം കണക്കനുസരിച്ചല്ലേ. സുബ്ഹാനല്ലാഹ്, ഒരു കൂട്ടമാണ് കൊടുത്തത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മന്ത്രിക്കാൻ പറഞ്ഞിട്ടുണ്ട്, മന്ത്രിച്ച് കാണിച്ചും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു കൂലി വാങ്ങാൻ തങ്ങൾ പറഞ്ഞിട്ടില്ല. കിട്ടിയപ്പോൾ സ്വഹാബത്തിന് അവരുടെ സൂക്ഷ്മത കൊണ്ട് 2 വിഭാഗമായ ഇവിടെ തർക്കിച്ചിട്ടല്ല. ചിലര് പറഞ്ഞു, നമ്മൾ ഈ വാങ്ങിയത് ഭക്ഷിക്കാൻ പറ്റുമോ? മദീനയിലെത്തിയിട്ട് തങ്ങളോട് ചോദിച്ചിട്ട് ഭക്ഷിക്കാം. മറ്റു ചിലര് പറഞ്ഞു, ഇപ്പൊ ഏതായാലും ഭക്ഷിക്കൽ ഹലാലാണ്, കാരണം ഇപ്പൊ ഒന്നും തിന്നിട്ടില്ലെങ്കിൽ അടുത്ത ടൈമിൽ പണിയോ, അത്രയും വിശപ്പാണ്, അതുകൊണ്ട് തിന്നൽ ഹലാലാണ്. നിങ്ങൾ കുറച്ചെങ്കിലും ഒന്ന് അറുത്തിട്ട് ഭക്ഷണം കഴിക്കണം, ജീവൊന്നും നടക്കാനുള്ളൊരു ജീവൻ വേണ്ടേ. അപ്പൊ കുറച്ച് അറുത്ത് ഭക്ഷണം കഴിച്ചു. മദീന എത്തുന്നത് വരെ മനസ്സിൽ പേടിയാണ്. പടച്ചോനെ, ഇതെങ്ങാനും നമ്മളെ ശരീരത്തിൽ രക്തത്തിൽ ചേർന്നത് പറ്റാത്തതാണെങ്കിൽ കുടുങ്ങിയില്ലേ. വിശപ്പിന്റെ ഊക്കൊണ്ട് കഴിച്ചതല്ലേ. വിശപ്പിന്റെ ഊക്കൊണ്ട് കഴിക്കൽ തീർത്തു ഹലാലല്ലേ. ശവം തിന്നൽ ഹലാലായ ഒരു സന്ദർഭത്തിലാണ് അവർ കഴിക്കുന്നത്, തീർത്തു ഹലാലല്ലേ. എന്നിട്ടും അവരെ പേടി, അവരെ സൂക്ഷ്മത. തിരിച്ചെത്തിയപ്പോ ചോദ്യത്തിന് ഉത്തരം കിട്ടിയപ്പോഴാണ് മനസ്സിന് സമാധാനമായത്. നല്ല സന്തോഷമുള്ളതാണ് അള്ളാഹു നിങ്ങൾക്ക് നൽകിയത്.
ഏറ്റവും നല്ല കൂലിയാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു കേടില്ല, ഒരു വിഷമമില്ല. അപ്പോഴാണ് സന്തോഷം കൊണ്ട് അൽഹംദുലില്ലാഹ്. ഞാൻ ഈ ബാക്കിയുള്ളതിനും കൂടി അർത്ഥോളിന്ന് അല്ലാത്ത സന്തോഷം കൊണ്ട്. അപ്പൊ ആ ഫാത്തിഹ അവതരിച്ചപ്പോൾ ശൈത്താന് പൊട്ടിക്കരഞ്ഞു പോയി. മൂന്നാമത്തെ ഒരു സന്ദർഭം, ഹീന ഉൻസില ആഖിറത്തു സൂറത്തിൽ ബഖറ. ബഖറ സൂറത്തിന്റെ അവസാനം 2 ആയത്തുകളുണ്ട്. ആമനർ റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ. ആ ആയത്തുകൾക്ക് വലിയ മഹത്വമാണ് അല്ലേ? എന്താണ് അതിന്റെ ഏറ്റവും വലിയ മഹത്വം? ആ ആയത്തിലെ 2ാമത്തെ ആയത്തിൽ 7 ദുആ ഉണ്ട്. എത്ര ദുആ? 7 ദുആ. ആ 7 ദുആവും മുസ്തജാബത്താണ്, ഉത്തരം നൽകപ്പെടുന്നതാണ്. റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ തുടങ്ങുന്ന ദുആ. അതിൽ ചോദിക്കാത്തൊന്നുമില്ല. ചിന്തിച്ച് ചോദിക്കുകയാണെങ്കിൽ ആ ദുആ തന്നെ മതി. അതിൽ ഉൾപ്പെടാത്തൊന്നുമില്ല. വളരെ വിനയത്തോടെ, അലിവുള്ള മനസ്സോടെ, വളരെ ഖേദത്തോടെ, ചാബല്യങ്ങളൊക്കെ ഓർത്തെടുത്ത് കണ്ണും മുറുക്കി കൽബ് കൊണ്ട് ശരിക്ക് ഇരുപ്പുറപ്പിച്ച് അള്ളാഹുവിനോട്, പടച്ചോനെ ലാ തുആഖിദ്നാ ഇൻ നസീനാ ഉഖ്തനാ, മറന്നിട്ടും ബോധപൂർവമാണെങ്കിലും ചെയ്തതിൻ്റെ പേരിൽ ഞങ്ങൾ ശിക്ഷിക്കരുതേ അല്ലാ. വല്ലാത്തവർ ചോദ്യം. താങ്ങാൻ കഴിയാത്തത് ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. വലാ തഹ്മിൽ അലൈനാ ഇസ്റൻ കമാ ഹമൽതഹു അലല്ലദീന മിൻ ഖബ്ലിനാ. മുൻഗാമികൾക്ക് പലർക്കും താങ്ങാൻ കഴിയാത്തത് കൊടുത്തതുപോലെ ഞങ്ങൾക്ക് നീ തരല്ലേ അല്ലാ. ഒരു വൈറസ് താങ്ങാൻ നമുക്ക് കഴിയുമോ? റബ്ബനാ വലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത ലനാ ബി. സഹിക്കാൻ കഴിയാത്തത് ഞങ്ങളെ നീ ഏൽപ്പിക്കരുത് അല്ലാ. സഹിക്കാൻ കഴിയാത്ത ഭാരങ്ങൾ ഞങ്ങൾക്ക് നീ ചുമത്തരുത്. കഴിയില്ല റബ്ബേ, അതൊന്നും ഏറ്റുകൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് മാപ്പ് തരണം, ഞങ്ങളെ സഹായിക്കണം, ഞങ്ങൾക്ക് നീ റഹ്മത്ത് തരണം എന്ന ആ ഒരു ദുആ വലിയ ഉത്തരം കിട്ടുന്ന ദുആയാണ്. ഇരിക്കട്ടെ, ഇബ്ലീസ് വല്ലാത്ത രൂപത്തിൽ പൊട്ടിക്കരഞ്ഞുപോയി. ബഹുമാനപ്പെട്ട ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദയം ചെയ്ത അന്ന് എനിക്ക് 7 വയസ്സ് പ്രായമാണ്, അല്ലെങ്കിൽ 8 വയസ്സ്, അത്രേ പ്രായമുള്ളൂ. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ വല്ലാത്ത ഒരു കാഴ്ച കണ്ടു. എന്താണ് ആ കാഴ്ച എന്ന് ചോദിച്ചപ്പോ, കുന്നിൻ മുകളിൽ വെച്ച്, യഥ്രിബിലെ കുന്നിൻ മുകളിൽ വെച്ച് ഒരു യഹൂദി അത്യുച്ചത്തിൽ വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടു. യാ മഅ്ശറ യഹൂദ്, ഓ ജൂത സമൂഹമേ. ജൂതന്മാര് മുഴുവനും ഒരുമിച്ചുകൂടി. വാനാസ്മഉ, ഹസ്സാൻ ഇബ്നു സാബിത്ത് തങ്ങൾ പറയാ, ഞാൻ കേൾക്കുന്നുണ്ട്. ഇയാൾ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്ന രൂപത്തിൽ അലറി വിളിച്ചു. എല്ലാവരും ഓടി വന്നിട്ട് ചോദിച്ചു എന്താണ്? ഉടനെ പറഞ്ഞു, ത്വലഅ നജ്മു അഹ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഹ്മദ് നബി എന്ന് ഗ്രന്ഥങ്ങളിൽ പഠിപ്പിച്ച ആ വരാനിരിക്കുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നജ്മ്, നക്ഷത്രം ഉദയം ചെയ്തു പോയി. അല്ലദീ ഉലിദ ബിഹി ഫീ ഹാദിഹിൽ ലൈല. ആ നക്ഷത്രം ഉദയം ചെയ്യുന്നത് അന്നൊരു പ്രത്യേക നക്ഷത്രം ഉദയം ചെയ്തിട്ടുണ്ട്. അത് നോക്കി നിൽക്കാണ് പലരും. ആ അടയാളങ്ങൾ ഇങ്ങനെ, എവിടെയാണ് ആ ഒരു പ്രത്യേക ഉദയം വരുന്നത്? ആ യഹൂദി വിളിച്ചു പറഞ്ഞിട്ട് പറയാണ്, അതുകൊണ്ട് പൂർവ്വ ഗ്രന്ഥങ്ങളിൽ നമ്മളൊക്കെ കേട്ടിരുന്നില്ലേ, അതിതാ ഉദയം ചെയ്തിരിക്കുന്നു. ആ നക്ഷത്രം ഇന്ന് രാത്രി ഉദയം ചെയ്തു. ഇന്ന് രാത്രി അവസാനത്തെ നബിയായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദയം ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് ആ കിട്ടിയ റിപ്പോർട്ട്, നമ്മൾ മനസ്സിലാക്കിയത് എന്നവിടെ പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പിറന്ന ഉടനെ തന്നെ ഉണ്ടായ മറ്റൊരു വലിയ സംഭവം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിറന്ന ഉടനെ അന്നത്തെ കാലത്തുള്ള നാട്ടിലൊക്കെ ഒരു സംഭവം ഉണ്ടാകാറുണ്ട്. രാത്രി കുഞ്ഞ് ജനിച്ചാൽ സുബിഹി വരെ ആരെയും കാണിക്കാത്ത രൂപത്തിൽ, ആർക്കും വിവരം കൊടുക്കാത്ത രൂപത്തിൽ ഒരു പാത്രം, ഒരു ചട്ടി കൊണ്ട് മൂടി വെക്കും. അങ്ങനെ സന്ദർഭമുണ്ട് പഴയ കാലത്ത്. ഒരു പാത്രം കൊണ്ട് മൂടി വെക്കും. സുബിയായി കഴിഞ്ഞാൽ ആ പാത്രം എടുക്കും.
ശ്വാസം മുട്ടിയതാക്കാനല്ല, ഒരു മറച്ചു വെക്കാൻ, ആളുകളിൽ നിന്നൊരു മറ കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അങ്ങനെ ചെയ്തു. പക്ഷെ ചുറ്റിരിക്കുന്ന സ്ത്രീകളൊക്കെ അത്ഭുതപ്പെട്ടു പോയി. രണ്ട് ഭാഗവും പൊട്ടിപ്പിളർന്നുപോയി. ആ മൂടി വെച്ച ആ പാത്രം അത് രണ്ട് ഭാഗം പൊട്ടിപ്പിളർന്നു. അങ്ങനെ ഒരു സംഭവം സംഭവിക്കാറില്ല. അവരെല്ലാവരും കണ്ടു. അബ്ദുൽ മുത്തലിബിനോട് പറഞ്ഞു, ഇത് വല്ലാത്ത ഒരു കുഞ്ഞാണ്, സാധാരണ രൂപത്തിലുള്ളതല്ല. അബ്ദുൽ മുത്തലിബ് ചോദിച്ചു, എന്തേ? നിറഞ്ഞ അത്ഭുതങ്ങളാണ് ഞങ്ങൾ കണ്ടത്, അതിൽപ്പെട്ട ഒന്നാണ് ഈ കുഞ്ഞിനെ സാധാരണ നമ്മൾ ചെയ്യും പോലെ ഒന്ന് മൂടി വെച്ചു നോക്കിയപ്പോൾ ആ മൂടി രണ്ട് ഭാഗത്തേക്കായി പൊട്ടിപ്പിളർന്നു പോയി. സുബ്ഹാനല്ലാഹ്, മുന്നിൽ കാണുന്ന സഹോദരിമാര് അത്ഭുതപ്പെടുകയാണ്. വല്ലാത്ത അത്ഭുതത്തോടെ അവർ നോക്കുകയാണ്. ബഹുമാനപ്പെട്ട അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ്, അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, തങ്ങളെ, ഞാൻ തങ്ങളെ സ്വീകരിക്കാൻ, അവിടുത്തെ നുബുവത്ത് സത്യമായി ഞാൻ അംഗീകരിക്കാൻ കുട്ടിക്കാലത്ത് ഞാൻ ഒരു അനുഭവം എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. യാ റസൂലല്ലാഹ്, ദഅനി ഇലദ്ദുഖൂലി ഫീ ദീനിക ഇശാറ. തങ്ങളുടെ ദീനിൽ ഞാൻ പ്രവേശിക്കാൻ എനിക്കൊരു സൂചന, ഒരു അടയാളം കിട്ടിയിട്ടുണ്ട്. ആ അടയാളത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി അവിടുന്ന് നബിയാണ്. എപ്പോഴാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, റഅയ്തുക ഫിൽ മഹ്ദി. തൊട്ടിലിൽ തങ്ങൾ കിടക്കുമ്പോൾ ഞാൻ തങ്ങളെ കണ്ടു. തുനാഗിൽ ഖമർ, തങ്ങൾ ഖമറിനോട് സംസാരിക്കുന്നു. ഖമറിനോട് സംസാരിക്കുന്നത് ഞാൻ കണ്ടു. ഖമറിനോട് തങ്ങൾ സംസാരിക്കുന്നത് ഞാൻ കണ്ടു. അതാണ് ഞാൻ കണ്ട വലിയ അടയാളം. എന്നിട്ട് ആ ഖമറിലേക്ക് തങ്ങൾ ഇങ്ങനെ വിരൽ കൊണ്ട് ചൂണ്ടുന്നു. ഫഹൈസുമാ അശർത ഇലൈഹി മാലാ. കുട്ടിക്കാലത്ത് തൊട്ടിലിൽ കിടക്കുമ്പോ ചന്ദ്രനെ നോക്കിയിട്ട് ഒന്നിങ്ങനെ ആക്കുമ്പോ ചന്ദ്രൻ ഇങ്ങോട്ട്, ഒന്ന് അങ്ങോട്ട്, ഇങ്ങോട്ട്. എങ്ങോട്ടാണോ തിരിക്കുന്നത് ആ ഭാഗത്തേക്ക്. കാരണം ഭൂമിയും ആകാശവും എല്ലാം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കുട്ടിക്കാലം മുതൽക്ക് തന്നെ അള്ളാഹു അധീനപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. എന്താ മനസ്സിലാക്കേണ്ടത് അറിയോ? 40 വയസ്സിന് ശേഷം ഇതൊക്കെ കൂടി ഇങ്ങോട്ട് വന്നതാണെന്ന് മനസ്സിലാക്കരുത്. തിരിഞ്ഞോ? അങ്ങനല്ല. അങ്ങനെ ആൾക്കാർ 40 വയസ്സായപ്പോ അങ്ങനല്ല. നേരത്തെ തന്നെ കുട്ടിക്കാലത്ത് തൊട്ടിയിൽ കിടക്കുന്ന സമയത്ത് ഖമറിനോട് സംസാരിക്കുന്നത് ഞാൻ കണ്ടു. അതാണ് തങ്ങളെ ദീനിലേക്ക് എനിക്ക് പ്രവേശിക്കാൻ കിട്ടിയ വലിയൊരു അടയാളം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്നത്തെ ആ സംഭവം പിൽക്കാലത്ത് പറയുമ്പോ മറന്നുപോയോ? ഇല്ല, തങ്ങൾ പറഞ്ഞു, കുന്തു ഹദ്ദിസുഹു, ശരിയാണ്, ഞാൻ ഖമറിനോട് സംസാരിച്ചിരുന്നു. അബ്ബാസ് റളിയല്ലാഹു അൻഹു ശരിക്ക് കലിമത്തു തൗഹീദൊക്കെ ചൊല്ലിയിട്ട് തങ്ങളോടൊപ്പം ഉറച്ചു നിന്ന സന്ദർഭം ബദർ യുദ്ധത്തിന് ശേഷമാണ്. പക്ഷെ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഒരു അടയാളം ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്, ആ അടയാളം കൊണ്ട് ഞാൻ ഉറപ്പിച്ചിട്ടുണ്ട് അങ്ങ് നബിയാണ്, എനിക്കൊരു സന്ദേഹമില്ല, ഞാൻ അങ്ങനെ സംസാരിച്ചിരുന്നു. വയുൽഹീനി അനിൽ ബുക്കാ, എന്റെ നേർക്ക് ഖമർ ഇങ്ങോട്ട് വന്ന് എന്നോടും സംസാരിച്ചിരുന്നു. കുന്തു ഹദ്ദിസുഹു വയുഹദ്ദിസുനി, ഞാൻ അങ്ങോട്ടും സംസാരിക്കുന്നുണ്ട്, ഖമർ ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട്. ഞാൻ കരയാൻ നോക്കുമ്പോ കരച്ചിൽ മാറ്റിത്തരുന്നു ഖമർ എനിക്ക്. കരയരുത്, നമ്മൾ എത്ര ആട്ടണം, എത്ര പാട്ട് പാടണം. നല്ല പ്രകാശം ചുരത്തുന്ന അള്ളാഹുവിന്റെ സൃഷ്ടിയായ ഖമർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കരച്ചിലിൽ നിന്ന് ശ്രദ്ധ മാറ്റുന്നു. വാസ്മഉ വജ്ബതഹു ഹീന യസ്ജുദു തഹതൽ അർശ്, അർശിന്റെ ചുവട്ടിൽ ഖമർ വന്ന് സമാപിക്കുമ്പോ, അത് അസ്തമിക്കുന്ന സമയത്ത് സുജൂദ് ചെയ്യുന്ന ശബ്ദം ഞാൻ കേട്ടിരുന്നു. സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങളെ തൊട്ടിൽ പലപ്പോഴും കൊടുത്തിരുന്നത്, ആ തൊട്ടിൽ ഇങ്ങനെ ആട്ടുന്നത് ഷിഫാ ബീവി മറ്റൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ആട്ടുന്ന ആളുകളെ കാണാറില്ല. വക്കാന മഹ്ദുഹു യതഹറകു ബിതഹരീകിൽ മലായിക, മലക്കുകൾ ഇങ്ങനെ ആ തൊട്ടിലിങ്ങനെ ആട്ടിക്കൊടുക്കുക അല്ലേ. യാന്ത്രികമായിട്ട് ആടുന്ന തൊട്ടിരിപ്പുണ്ട് അല്ലേ. അന്ന യന്ത്രങ്ങളും കാര്യങ്ങളൊന്നും കണ്ടെടുത്തിട്ടില്ല, അത് പുറത്തു വന്നിട്ടില്ല. പക്ഷേ ഉമ്മമാരൊക്കെ നോക്കുന്ന സമയത്ത് തൊട്ടിലങ്ങനെ നല്ല രൂപത്തിൽ അങ്ങനെ
പല ഭാഗത്തേക്കും ഇങ്ങനെ അനങ്ങുന്നുണ്ട്, ഇളകുന്നുണ്ട്. വല്ലാത്ത ഒരു സന്തോഷമാണ് അവർ കാണുന്നത്. മലക്കുകൾ സദാ സമയത്തും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നോക്കുന്നു, നിരീക്ഷിക്കുന്നു, കാര്യങ്ങളൊക്കെ ഓരോന്നും അന്വേഷിക്കുന്നു. ഈ സന്ദർഭത്തിൽ സഹോദരിമാരെ, സഹോദരങ്ങളെ, മറ്റൊരു വിഷയം ഓർമ്മപ്പെടുത്താനുണ്ട്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രത്തിൽ നിന്ന് നാം മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു പ്രത്യേക ഏട് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹുവിനെ പോലത്തെ മഹാന്മാർ അവിടുത്തെ ഖസായിസിലും അതുപോലെ തന്നെ ഇമാം ഖസ്തല്ലാനി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ അൽ മവാഹിബുൽ ലദുന്യയിലും രേഖപ്പെടുത്തിയ ഒരു, നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടെങ്കിലും നല്ലോണം ശ്രദ്ധിക്കാത്ത ഒരു സന്ദർഭം. ബഹുമാനപ്പെട്ട സയ്യിദത്തുന ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ, ആമിന ബീവി റളിയല്ലാഹു അൻഹ ആ ജനന സമയത്ത് അനുഭവിച്ച അനുഭവങ്ങളിൽ മഹദി പറയുന്നു, അനുഭവിച്ചതിൽ വെച്ച് വല്ലാത്ത ഒരു സന്തോഷമുള്ള സന്ദർഭം ഇടക്കിടക്ക് വന്നിട്ട് എന്നോട് ഓർമ്മപ്പെടുത്തും. കുഞ്ഞ് ജനിച്ചാൽ കാവൽ ചോദിക്കേണ്ട മന്ത്രം, അങ്ങനെ ഒരു മന്ത്രം ചൊല്ലിത്തന്നിരുന്നു എന്ന് മാത്രമല്ല, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മത്തിന് ശേഷം ഞാനിങ്ങനെ നോക്കുന്ന സമയത്ത് എന്റെ തലയുടെ ഒരു ഭാഗത്തായി ഒരു കടലാസിൽ എഴുതി വെക്കപ്പെട്ടതായി ഞാൻ കാണുന്നുണ്ട്. എന്നോട് ചൊല്ലാൻ പറയുന്നത് ഉഈദുഹു ബിൽ വാഹിദി മിൻ ശർരി കുല്ലി ഹാസിദി. ജന്മം നടന്നാൽ ആമിന ബീവി നിങ്ങൾ ചൊല്ലണം ഉഈദുഹു ബിൽ വാഹിദി, ഏകനായ റബ്ബിനോട് ഈ കുട്ടിക്ക് വേണ്ടി ഞാൻ കാവൽ ചോദിക്കുന്നു. മിൻ ശർരി കുല്ലി ഹാസിദി, എല്ലാ അസൂയാലുവിന്റെയും ഷർറിൽ നിന്ന്. ഞാൻ അതങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പൊ എന്റെ ചുറ്റുഭാഗത്തുള്ള സഹോദരിമാരെന്നോട് പറഞ്ഞു, ഇതിങ്ങനെ പറഞ്ഞാ പോരാ, ഇതൊരു ചെറിയ കഷ്ണത്തിലാക്കിയിട്ട് ഒന്ന് എഴുതിയിട്ട് നിങ്ങളെ തോളം കൈയുടെ രണ്ട് ഭാഗത്തും ഒന്ന് കെട്ടിവെച്ചോളൂ എന്ന് പറഞ്ഞു. എന്താ എന്റെ പേരറിയില്ലേ? എന്താ പേര്? ഏലസ്, അതാ പറയുന്നു. കെട്ടിവെക്കാൻ വേണ്ടി എന്നോട് പറഞ്ഞു. അങ്ങനെ ഞാനത് ചെയ്തു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ആ കെട്ടവിടെ കാണുന്നില്ല. എന്നാലും ഞാൻ ഇതിങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നു. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങ് ജനിച്ചപ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് വൈന്ദ റസി സ്വഹീഫത്തുൻ മിൻ ദഹബിൻ, എന്റെ തലയുടെ ഭാഗത്ത് ഒരു സ്വർണ്ണ നിറത്തിലുള്ള ഒരു കടലാസ് ഞാൻ കണ്ടു. അതിൽ എഴുതിയിട്ടുണ്ട്. ആ എഴുത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കെട്ടിക്കൊടുത്തത്. എന്തൊക്കെയാണ് എഴുതിയിരിക്കുന്നത്? ഞാൻ എന്റെ വക പറഞ്ഞതല്ല. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ഖസായിസുൽ കുബ്ര എന്ന ഒരു കിതാബുണ്ട് മഹാനവറുകൾക്ക്. അതിൽ മുഴുവനും പറയുന്നത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലിയ വലിയ പ്രത്യേകതകളാണ്. 2 വാളുള്ള കിതാബിൽ ഫുള്ള് തങ്ങളുടെ ജനനം മുതൽ വഫാത്ത് വരെ, വഫാത്തിന് ശേഷവും ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആ സവിശേഷതകൾ മുഴുവനും എണ്ണിപ്പറയുന്ന കിതാബാണ് അൽ ഖസായിസുൽ കുബ്ര. അതിൽ മഹാനവറുകൾ പറയാണ്, ആ കടലാസിൽ എഴുതിയിരിക്കുന്നത് ഉഈദുഹു ബിൽ വാഹിദി മിൻ ശർരി കുല്ലി ഹാസിദി വ കുല്ലി ഖൽഖിൻ റായിദി മിൻ ഖായിമിൻ വ ഖായിദി അനിസ് സബീലി ആയിദി അലൽ ഫസാദി ജാഹിദി മിൻ നാഫിദിൻ നവാഖിദി വ കുല്ലി ഖൽഖിൻ മാരിദി യഖൂദു ബിൽ മാറാസിദി ഫീ തുറുഖിൽ മാവാരിദി. അതിങ്ങനെ ചെറിയ ചെറിയ പദ്യരൂപത്തിലായിട്ട് പല കിതാബുകളിലും രേഖപ്പെടുത്തപ്പെട്ടത് കാണാം. അതാണ് ആ കടലാസിലുള്ളത്. ഇടങ്ങേറ് വരുത്തുന്ന, ശല്യം വരുത്തുന്ന ധാരാളം സൃഷ്ടിജാലങ്ങളുണ്ട്. അവരുടെ ഉപദ്രവങ്ങളിൽ നിന്നൊക്കെ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുകയാണ്. അതിൽ പ്രധാനമായും ഉള്ളത് ഹാസിദീങ്ങളാണ്. കാരണം ജൂതന്മാരുടെ അസൂയ കുഞ്ഞുനാൾ മുതൽക്ക് തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരെ. അതാണ് നേരത്തെ യഹൂദി പറഞ്ഞത്, മക്കക്കാരനായ യഹൂദി പറഞ്ഞത്. നുബുവത്തിന്റെ മുദ്ര കണ്ടിട്ട്, സീല് കണ്ടിട്ട് പറഞ്ഞല്ലോ, ഈ കുട്ടി നിങ്ങളെല്ലാവരെയും കീഴ്പ്പെടുത്തി നല്ലൊരു ഭരണം നടത്തും. അത് ഈ കുഞ്ഞിന് അല്ലാഹു തആല കൊടുക്കുന്ന ഒരു തൗഫീഖാണ്. ഭാവിയിൽ നിങ്ങൾക്കത് കാണാൻ പറ്റും.
പക്ഷേ എത്രമാത്രം വലിയ സൗന്ദര്യവും സൗരഭ്യവും പ്രകാശങ്ങളും നിറഞ്ഞ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കാവലിന്റെ മന്ത്രവചസ്സുകൾ മലക്കുകൾ ഇങ്ങനെ ചൊല്ലിക്കൊടുക്കുകയാണ്. ആമിന ബീവി റളിയല്ലാഹു അൻഹ ഇങ്ങനെ ചൊല്ലണം. നമുക്കും കുട്ടികളുണ്ടായാൽ അങ്ങനെ ചൊല്ലാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഓർമ്മല്ലേ, കുഞ്ഞ് ജനിച്ചാൽ ആദ്യം തന്നെ കാവലോതണ്ടേ. വലത്തെ കാതിൽ എന്ത് ചൊല്ലണം? വാങ്ങ് കൊടുക്കണം. ഇടത്തെ കാതിലോ? അത് രണ്ടും മാത്രമേ അറിയുള്ളൂ അല്ലേ, വേറൊന്നും ചൊല്ലണ്ട അല്ലേ. വലത്തെ കാതിൽ വാങ്ങ് കൊടുക്കണം. വാങ്ങ് കൊടുത്താൽ പിന്നെ ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതി കേൾപ്പിക്കണം. ഇത് ഖുൽ ഹുവല്ലാഹു അഹദ് ഇതുവരെ കേട്ടില്ലേ? പിന്നെ ഓതിക്കൊടുക്കേണ്ടത് വലത്തെ കാതിൽ വ ഇന്നി ഉഈദുഹാ ബിക വദുർരിയതഹാ മിനശ്ശൈത്വാനിർ റജീം. അല്ലാഹുവേ, ഈ കുഞ്ഞിനെയും ഈ കുഞ്ഞിന്റെ സന്താന പരമ്പരകളെയും അഭിശപ്തനായ പിശാചിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. ഏത് കാതിലാ ഓതി കൊടുക്കേണ്ടത്? വലത്തെ കാതിൽ. ഇത് മൂന്നും ചൊല്ലിക്കഴിഞ്ഞാൽ ഇടത്തെ കാതിൽ ഇഖാമത്ത്. പക്ഷെ ഇന്ന് ആകെ പബ്ലിസിറ്റി വാങ്ങി ഇഖാമത്ത് മാത്രമേ ഉള്ളൂ. അതുപോലെ കാവലിന്റെ മന്ത്രാണ് ഇത്. മന്ത്രിച്ചതാരാ? ബഹുമാനപ്പെട്ട ഹന്നത്ത് ബീവി റളിയല്ലാഹു അൻഹാ. കുട്ടിയായിട്ട് അല്ലാഹു മറിയം ബീവിനെ അങ്ങ് നൽകിയപ്പോ ആ കുട്ടിയെ ആദ്യം അങ്ങ് എടുത്തിട്ട് അങ്ങ് ചൊല്ലി വ ഇന്നി ഉഈദുഹാ ബിക വദുർരിയതഹാ മിനശ്ശൈത്വാനിർ റജീം. ആ സന്താന പരമ്പരകൾക്ക് അല്ലാഹു തആല പിശാചിൽ നിന്ന് കാവൽ കൊടുത്തു. മറിയം ബീവിക്ക് മാത്രമല്ല, മറിയം ബീവിയുടെ മകനാണ് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം. ഇനി പേരക്കുട്ടികളൊക്കെ വരാനുണ്ട്. ഈസാ നബി അലൈഹിസ്സലാം വരും അവസാനം ഈ ഉമ്മത്തിൽ നിന്ന് തന്നെ കല്യാണം കഴിക്കും. അങ്ങനെ സംഭവം വരാണ്ട്. അവർക്കൊക്കെ കാവല് നേരത്തെ വല്യമ്മ ചോദിച്ചു വെച്ചിട്ടുണ്ട്. അവസ്ഥാതെ നമ്മളെ കൂട്ടുന്ന ആരെങ്കിലും ആൾ ചോദിച്ചു വെച്ചാൽ മതി. പിന്നെ അല്ല, നമ്മളെല്ലാവർക്കും ചൊല്ലണം, സുന്നത്താണ്. പിന്നെ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആവർത്തിച്ച് ചൊല്ലണം. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമേ മന്ത്രിച്ചിരുന്ന മന്ത്രമുണ്ട്. തങ്ങൾ രണ്ടുപേരെയും മടിയിലിരുത്തി മന്ത്രിച്ചിട്ടുണ്ട്. മന്ത്രിക്കുന്ന സമയത്ത് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇത് ഞാൻ മാത്രം മന്ത്രിക്കുന്നതല്ല, എന്റെ പിതാവായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഇസ്മായിൽ നബിക്കും ഇസ്ഹാഖ് നബിക്കും മന്ത്രിച്ച മന്ത്രങ്ങളാണ്. എന്ത്? അഊദു ബികലിമാത്തില്ലാഹി താമ്മ മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. അതെപ്പോഴും ചൊല്ലണം. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു പ്രായപൂർത്തി എത്താത്ത കുട്ടികൾക്ക്, ചെറിയ കുട്ടികൾക്ക് ഇത് എഴുതിയിട്ട് കതബഹാ ഫീ സ്വക്കിൻ സുമ്മ അല്ലഖഹാ ഫീ ഉനുഖിഹി, കഴുത്തിൽ ഇങ്ങനെ ഒരു ഏലസാക്കി കെട്ടിക്കൊടുത്തിരുന്നു എന്നാണ്. കഴുത്തിൽ ഇങ്ങനെ ഒരു ഏലസ് കെട്ടുമ്പോൾ നമുക്ക് വിഷമല്ലേ? പിന്നെ സ്വഹാബിമാർക്കൊന്നും വിഷമല്ലാത്ത നമുക്ക് വലിയ വിഷമം. കഴുത്തിൽ മാലേ കെട്ടാൻ പറ്റുള്ളൂ, വേറൊന്നും പറ്റൂല എന്ന്. അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു മനസ്സിലായില്ല, കഴുത്തിൽ ഇത് കെട്ടിയ വലിയ കുഴപ്പമുണ്ടെന്ന്. ഒരു കുഴപ്പമില്ല. പിന്നെ ആ കുട്ടിക്ക് 1-ാം ക്ലാസ്സിലോ 2-ാം ക്ലാസ്സിലോ 3-ാം ക്ലാസ്സിലോ ഒരു കുഴപ്പമുണ്ടാകൂല. കറുത്ത കണ്ണാണെങ്കിലും വാടിയ കണ്ണാണെങ്കിലും നല്ല ചിലപ്പോൾ നല്ല നോട്ടം നോക്കിയിട്ട് നല്ല കറാമത്തുള്ള നാവൊക്കെ ഉണ്ടാകൂലേ, നല്ല നോട്ടം. ആ നോട്ടത്തിന് ശേഷം വരുന്ന പറച്ചിലോട് ആ കുട്ടി ആകെ സ്തംഭിച്ചു പോകും. അതിന് വലിയൊരു കാവൽ. പ്രായപൂർത്തി എത്തിയ മക്കൾക്ക് ഇത് ചൊല്ലാൻ പഠിപ്പിച്ചു കൊടുത്തിരുന്നു. ഈ മന്ത്രം ചൊല്ലണം. അഊദു ബികലിമാത്തില്ലാഹി താമ്മ മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. അങ്ങനെ മക്കൾക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ. അതുകൊണ്ടല്ലേ യാക്കൂബ് നബി അലൈഹിസ്സലാം മക്കളോട് പറഞ്ഞ, നിങ്ങൾ എല്ലാവരും കൂടി റേഷൻ വാങ്ങാൻ വേണ്ടി പോകുമ്പോൾ ലാ തദ്ഖുലൂ മിൻ ബാബിൻ വാഹിദ് വദ്ഖുലൂ മിൻ അബ്വാബിൻ മുതഫർരിഖ. എല്ലാവരും ഒരു ഗേറ്റിലൂടെ കയറണ്ട. കാരണം ആരെങ്കിലുമൊക്കെ ഇതൊക്കെ ഒരു വാപ്പാന മക്കളോ എന്ന് ചോദിച്ചാൽ മതി അല്ലേ? അങ്ങനെയല്ലേ ചോദ്യം? ഇതൊക്കെ ഒരേ മേച്ചാണ് അല്ലേ? ഒരച്ചിൽ വാർത്ത പോലെ ഉണ്ടല്ലോ. അങ്ങനെ പറയുന്നുണ്ട്. അതുകൊണ്ട് വദ്ഖുലൂ മിൻ അബ്വാബിൻ മുതഫർരിഖ, വ്യത്യസ്ത കവാടങ്ങളിലൂടെ അങ്ങോട്ട് പ്രവേശിക്കണം. നബിയുല്ലാഹി യാക്കൂബ് അലൈഹിസ്സലാം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എഴുതിക്കെട്ടാൻ പറഞ്ഞതിൽ വേറെയുണ്ട്. അൻഹാഹും അൻഹു ബില്ലാഹിൽ അലാ വഹൂതുഹു മിൻഹും ബിൽയദിൽ ഉല്യാ വൽ കഫിൽ ലദീ ലാ യുറാ യദുല്ലാഹി ഫൗക ഐദീഹിം
വഹിജാബുല്ലാഹി ദൂന അദീഹിം ലാ യത്റുദൂഹു വലാ യദുറൂഹു ഫീ മഖഅദിൻ വലാ മനാമിൻ വലാ മസീരിൻ വലാ മഖാമിൻ അവ്വലൽ ലയാലി വആഖിറൽ അയ്യാം. ഒരു ശത്രു ഇടങ്ങേറാക്കരുത്, ഒരാളും ബുദ്ധിമുട്ടാക്കരുത്. നമ്മുടെ ഒരു കുട്ടി പുറത്തിറങ്ങിയാലുള്ളത് പോലെയല്ല. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തിറങ്ങിയാൽ കുട്ടിക്കാലത്തും എല്ലാ കണ്ണുകളും അങ്ങോട്ടാണ്. അങ്ങോട്ടെങ്ങനെ നോക്കാതിരിക്കും? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൗന്ദര്യം പോലെ ഒരാൾക്കും അല്ലാഹു സൗന്ദര്യം നൽകിയിട്ടില്ല. അവിടുത്തെ അഴക് പോലെ ഒരാൾക്കും അല്ലാഹു അഴക് നൽകിയിട്ടില്ല. അവിടുത്തെ എല്ലാ സന്ദർഭങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല വല്ലാത്ത സൗന്ദര്യവും സൗരഭ്യവും നിറച്ചിട്ടുണ്ട്. അതുകൊണ്ട് കുട്ടിക്കാലത്ത് തങ്ങൾ പുറത്തിറങ്ങിയാലും എല്ലാവരും വീക്ഷിക്കുന്നു, എല്ലാ കണ്ണുകളും തങ്ങളിലേക്ക് വരുന്നു. വലിയ കാവലാണ്. എഴുതിക്കെട്ടാൻ വേണ്ടി പറഞ്ഞു. ഈ ഒരു കഷ്ണം കടലാസിലുള്ള എഴുത്തുകൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് തങ്ങളെ കഴുത്തിലായത് എഴുതിക്കെട്ടാൻ വേണ്ടി ഒരു നിർദ്ദേശം ആമിന ബീവി റളിയല്ലാഹു അൻഹക്ക് അന്ന് തന്നെ ലഭിച്ചു. അബ്ദുൽ മുത്തലിബിന് വിവരം അറിയിച്ചു. അബ്ദുൽ മുത്തലിബ് വരുന്നു. വന്ന സന്ദർഭത്തിൽ അബ്ദുൽ മുത്തലിബിന്റെ ഒരു ചോദ്യമുണ്ട്. അലൈസ ബശറൻ സവിയ്യാ, ഈ കുട്ടി നല്ല സമ്പൂർണതയുള്ള ഒരു കുട്ടിയല്ലയോ? ഇതൊരു സാധാ കുഞ്ഞല്ലല്ലോ. അബ്ദുൽ മുത്തലിബ് ചോദിക്കാണ്. അപ്പൊ ആമിന ബീവി റളിയല്ലാഹു അൻഹ ആ സന്ദർഭത്തിൽ ഉണ്ടായ ആ പ്രകാശങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദയം ചെയ്തപ്പോൾ വല്ലാത്ത ഒരു പ്രകാശം പുറപ്പെട്ടിട്ടുണ്ട് ആമിന ബീവി റളിയല്ലാഹു അൻഹയിൽ നിന്ന്. ആ പ്രകാശത്തിന്റെ ഊക്കുകൊണ്ട് ബസറയിലുള്ള ഷാമിലുള്ള കൊട്ടാരങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അതേ സ്ഥലത്ത് നിന്ന് എവിടെ വെച്ച്? മക്കയിൽ വെച്ച്. അല്ലാഹു ലഹു ഖുസൂറു ബുസ്റ മിൻ അർളി ഷാം. ഷാം എന്നൊരു പ്രത്യേകം പറയാനുള്ള കാരണം വേറെണ്ട്. ഷാമാണ് ഇനി തലസ്ഥാനമായിട്ടൊക്കെ വരാൻ പോകുന്നത്. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം വന്നിറങ്ങുന്നത് ഷാമിലാണ്. അപ്പൊ ഷാം ഇസ്ലാമിന്റെ വിളനിലമായുള്ള നല്ലൊരു ഭൂമിയായിട്ട് മാറി വരും. ബറക്കത്തുള്ള നാടാണ് ഷാം. ഇപ്പൊ അങ്ങനെ കാട്ടിക്കൂട്ടുന്നു നോക്കണ്ട, പിന്നെ ഒരു മാറ്റം വരും. മാറ്റങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു. ആ ഷാമിലെ കൊട്ടാരങ്ങൾ മാളികകളിലൊക്കെ ഈ ഒരു പ്രകാശത്തിന്റെ വെളിച്ചം കൊണ്ട് കണ്ടു എന്ന് പറഞ്ഞാൽ പല മുറികളെയും നോക്കിക്കണ്ടു. ഒരാൾ മാത്രമല്ല കണ്ടത്. അവിടെ പരിസരത്ത് നിൽക്കുന്ന ബഹുമാനപ്പെട്ട ഷിഫാ ബീവി റളിയല്ലാഹു അൻഹ കണ്ടിട്ടുണ്ട്. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയാണ് ഷിഫാ ബീവി. അവർ കണ്ടിട്ടുണ്ട്. അങ്ങനെ നോക്കുന്ന സമയത്ത് എവിടുക്കാ പഠിച്ചവനെ ഈ കാഴ്ച പോകുന്ന? ഈ പ്രകാശം കൊണ്ട് അടിച്ചു വീശിയിട്ട് വല്ലാത്ത ഒരു പ്രകാശല്ലേ, വെളിച്ചല്ലേ വന്നത്. ആ വെളിച്ചത്തിലൂടെ തന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. വല്ലാത്ത വെളിച്ചത്തിലൂടെ അത്ഭുതങ്ങൾ പലതും കണ്ടിട്ടുണ്ട്. അബ്ദുൽ മുത്തലിബ് ആ കുഞ്ഞിനെ വാങ്ങി ചുംബനം നൽകി നേരെ ആ കുട്ടിയെ കൊണ്ടുപോകുന്നു വിശുദ്ധമായ കഅബയുടെ ഉള്ളിലേക്ക്. കഅബയുടെ ഉള്ളിൽ കൊണ്ടുപോയി അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു. അബ്ദുൽ മുത്തലിബ് പറയുന്നു, അൽഹംദുലില്ലാഹില്ലദീ അഅതാനി ഹാദൽ ഗുലാമ ത്വയ്യിബൽ അർദാനി ഖസാദ ഫിൽ മഹ്ദി അലൽ ഗിൽമാനി ഉഈദുഹു ബിൽ ബൈതി ദിൽ അർകാനി മിൻ ഹാസിദിൻ മുൽതരിബിൽ ഐനാനി അന്തല്ലദീ സുമ്മീത ഫിൽ ഖുർആനി. അല്ലാഹുവിനോട് കാവൽ ചോദിക്കുകയാണ്. വിശുദ്ധമായ കഅബയിൽ കൊണ്ടുപോയി അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിശുദ്ധമായ കഅബ ശരീഫിൽ ഒന്ന് എത്തിച്ച് അബ്ദുൽ മുത്തലിബ് അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. സന്തോഷം ഒതുക്കാൻ കഴിയുന്നില്ല അബ്ദുൽ മുത്തലിബിന്. ഉടനെ തന്നെ മക്കക്കാർക്ക് മുഴുവനും 3 ദിവസത്തെ ഭക്ഷണം കൊടുത്തു. ആദ്യഘട്ടത്തിൽ തന്നെ മക്കക്കാർക്ക് മാത്രമല്ല, റിപ്പോർട്ടുകളിൽ കാണാം വന്യജീവികളും പക്ഷികളുമെല്ലാം വന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. എല്ലാവർക്കും സന്തോഷല്ലേ? എല്ലാവർക്കും സന്തോഷല്ലേ? ലോകത്ത് മുഴുവൻ ആളുകൾക്കും സന്തോഷല്ലേ? മനുഷ്യർക്ക് മാത്രമല്ലല്ലോ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാവർക്കും റഹ്മത്താണ്. ആ അർത്ഥത്തിൽ ആരെയും തടഞ്ഞിട്ടില്ല. ഈ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്ന എല്ലാ പക്ഷികൾക്കും ഭക്ഷണം കൊടുത്തിട്ടുണ്ട്, എല്ലാ മൃഗങ്ങൾക്കും കൊടുത്തിട്ടുണ്ട്, വന്യജീവികൾക്കും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അബ്ദുൽ മുത്തലിബ് കുട്ടിയെ ശ്രദ്ധിക്കാനും സൂക്ഷിക്കാനൊക്കെ നിർദ്ദേശങ്ങൾ കൊടുത്ത് നേരെ ഒന്ന് പോയി
അവിടെയുണ്ട് ഈസ് എന്ന പേരിലുള്ള ഒരു പുരോഹിതൻ, ഒരു പണ്ഡിതൻ, ഷാമുകാരിൽപ്പെട്ട ആളാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി അബ്ദുൽ മുത്തലിബ് അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹത്തിന് വലിയ വിജ്ഞാനം അല്ലാഹു നൽകിയിട്ടുണ്ട്. ആ മനുഷ്യൻ എപ്പോഴും കൂടാരത്തിൽ അങ്ങനെ ഒതുങ്ങിക്കൂടുന്ന ആളായിരുന്നു. എല്ലാ വർഷങ്ങളിലും മക്കയിൽ വരാറുണ്ട്, ജനങ്ങളെ അഭിമുഖീകരിച്ച് സംസാരിക്കാറുണ്ട്. ആ വലിയ പുരോഹിതൻ വരുമ്പോഴൊക്കെ പറയും, ഇന്നഹു യൂഷികു അൻ യൂലദ ഫീകും മൗലൂദുൻ യാ അഹ്ല മക്ക. മക്കക്കാരെ, ഒരു അത്ഭുത കുഞ്ഞ് നിങ്ങളിൽ ജനിക്കാനുണ്ട്. അറബികൾ മുഴുവനും ആ കുട്ടിയെ അനുസരിക്കും, അനറബികൾ മുഴുവനും ആ കുട്ടിയെ അനുസരിക്കും. ഹാദാ സമാനുഹു, ആ കുഞ്ഞ് വരുന്ന കാലം ഇതാണ്. വമൻ അദ്റകഹു വത്തബഹു വസാബ ഹാജതഹു, ആ കുട്ടിയെ പിൻപറ്റുന്നവർ, അനുധാവനം ചെയ്യുന്നവർ, അവലംബിക്കുന്നവർ എല്ലാ ലക്ഷ്യങ്ങളും നേടും. ആ കുഞ്ഞ് വന്നിട്ട് കണ്ട് അനുഭവിച്ചിട്ടും ഫഖാലഫഹു, പിൻപറ്റാത്തവർ അഖ്താ ഹാജതഹു, ലക്ഷ്യം പിഴക്കും എന്ന് ഈ പുരോഹിതൻ മക്കയിൽ വരുമ്പോഴൊക്കെ പറയാറുണ്ട്. വലിയ വിജ്ഞാനമുള്ള ആ മനുഷ്യൻ അതൊക്കെ പറയാറുണ്ട്. എന്നിട്ട് പറയും, അങ്ങനെ ആ കുഞ്ഞ് വന്നാൽ ഈ ഭൂമിയിൽ നിന്ന് മദ്യവും ലഹരിയുമൊക്കെ നിർമാർജനം ചെയ്യും. എപ്പോൾ മക്കയിൽ വരുമ്പോഴും ചോദിക്കാറുണ്ട്, അങ്ങനെ ഒരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ടോ? സമയമായി, സമയമായി, ഇതിങ്ങനെ പറയാറുണ്ട്. അപ്പൊ പലപ്പോഴും ഇദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിക്കുന്ന ആളാണെന്ന് കണ്ടിട്ട് എല്ലാവരോടും ഈ വിവരം പറയാതെ വിവരം അന്വേഷിച്ച് വരുന്ന ആളുകളോടും സത്യം പുൽകാൻ ആഗ്രഹിക്കുന്നവരോടും ഒക്കെ പഴയ കാലത്തുള്ള വിവരങ്ങൾ അനുസരിച്ച് പറഞ്ഞു കൊടുക്കും. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിറന്ന അന്ന് സുബഹിക്ക് അബ്ദുൽ മുത്തലിബ് നേരെ ചെന്നു, ഈ പണ്ഡിതന്റെ അടുത്ത് ചെന്നു. എന്നിട്ട് ആ കൂടാരത്തിന്റെ, അദ്ദേഹം ആരാധനയ്ക്ക് വേണ്ടി ഇരിക്കുന്ന ആ കൂടാരത്തിന്റെ ഒരു ഭാഗത്ത് നിന്ന് എന്നിട്ട് വിളിച്ചു, യാ ഈസാ എന്ന് വിളിച്ചു. അപ്പൊ ഉള്ളിൽ നിന്ന് ചോദിച്ചു, ആരാ വന്നത്? അന അബ്ദുല്ലാ, ഞാൻ അള്ളാഹുവിന്റെ അടിമയാണെന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ എത്തി നോക്കിയിട്ട് പറഞ്ഞു, നല്ല മുബാറക്കായ ബറക്കത്തുള്ള ഒരു കുട്ടിയുടെ പിതാവാകാൻ അള്ളാഹു ഭാഗ്യം തന്നിട്ടുണ്ടല്ലേ, ആ ഒരു സന്തോഷവും കൊണ്ട് വന്നതാണ് ഇന്നല്ലേ? അതേ, ആ സന്തോഷം ഇന്ന് നിങ്ങൾ കണ്ടില്ലേ? പലപ്പോഴും നിങ്ങളോട് ഞാൻ പറയാറുണ്ട്, തിങ്കളാഴ്ചയാണ് ആ കുട്ടി ജനിക്കുന്നത് എന്ന് പറയാറുണ്ട്. ഇന്നൊരു തിങ്കളാഴ്ചയാണല്ലോ. വയുബഅസു യൗമൽ ഇസ്നൈൻ വയമൂതു യൗമൽ ഇസ്നൈൻ. തങ്ങളെ ലോകത്തേക്ക് നബിയായിട്ട് അല്ലാഹു തആല നിയോഗിച്ച് ചുമതലപ്പെടുത്തി അയക്കുന്ന ഒരു സന്ദർഭമുണ്ട്. നേരത്തെ തന്നെ നബിയാണ്, നിയുക്തരായി ജനങ്ങളിലേക്ക് അയക്കുന്നൊരു സന്ദർഭം, അതും തിങ്കളാഴ്ചയാണ്. തങ്ങൾ വഫാത്താകുന്നതും തിങ്കളാഴ്ചയാണ്. കുഞ്ഞ് ജനിച്ചു അല്ലേ? അപ്പൊ അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, അതെ, ഇന്ന് സുബഹിക്ക് ഇന്ന് സുബഹി കുട്ടികൾക്കും ചരിത്രം പറയുന്ന ഈ മജ്ലിസിൽ നിന്ന് നമുക്കെല്ലാവർക്കും, നമ്മോട് ബന്ധപ്പെട്ട എല്ലാ ആളുകൾക്കും, ദുആ കൊണ്ട് അറിയിച്ചവർക്കൊക്കെ നല്ല ആഫിയത്തുള്ള ആയുസ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അന്നത്തെ ദിവസം സംഭവിച്ച മറ്റൊരു അത്ഭുതമാണ്, അത്ഭുതങ്ങളിൽ വലിയൊരു അത്ഭുതമാണ്. ഖുറൈശികളിൽപ്പെട്ട നല്ല ഒരു പ്രബല സംഘം ഒരുമിച്ചുകൂടി, രാത്രി ഒരുമിച്ചുകൂടി ഇങ്ങനെ നിൽക്കുന്ന സന്ദർഭം, ഒരുമിച്ചുകൂടി നിൽക്കാൻ അവരൊരു പ്രത്യേക ആരാധനയിലാണ്. വിഗ്രഹങ്ങളുണ്ട്, ഒരാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വലിയ വിഗ്രഹം. ആ വിഗ്രഹങ്ങളെ ചുറ്റും ഇരിക്കുന്നത് ഒന്ന് വറഖത്ത് ബിനു നൗഫൽ, മറ്റൊന്ന് സെയ്ദ് ബിൻ അംർ ബിൻ നുഫൈൽ, വേറൊന്ന് അബ്ദുല്ലാഹി ബിൻ ജഹ്ഷ്, നാലാമത്തെ ആള് ഉസ്മാൻ ബിനുൽ ഹുവൈരിസ്. നാലുപേരും ഇങ്ങനെ ഒരുമിച്ചുകൂടി നിൽക്കുമ്പോ അന്നൊരാഘോഷ ദിവസമായിട്ട് അവർ കണ്ട് ആ ദിവസത്തെ ബഹുമാനിച്ച് ജനങ്ങൾക്ക് ഭക്ഷണങ്ങളൊക്കെ ഒരുക്കി, ഒട്ടകങ്ങളൊക്കെ ബലിയെറുത്ത് അവരും ഭക്ഷിക്കുന്നുണ്ട്, പലരും ഖംറ് കുടിക്കുന്നുണ്ട്. എന്നിട്ടങ്ങനെ രാത്രിയും പകലുമായി ഭജനമിരിക്കുകയാണ്. രാത്രി ഒരു സന്ദർഭം അവരാ ആഘോഷ സ്ഥലത്തേക്ക് ചെന്നപ്പോൾ എല്ലാ വിഗ്രഹങ്ങളും തലക്കീമേലായി മറിഞ്ഞത് കണ്ടു. വീണ്ടും അവർ നിർത്തിവെച്ചു, പക്ഷെ അത് മറിഞ്ഞു വീഴുകയാണ്. 3 പ്രാവശ്യവും അവരങ്ങനെ മറിഞ്ഞു വീഴുന്ന സന്ദർഭം കണ്ടപ്പോ എന്താണ് ഇന്ന് സംഭവിച്ചത് എന്ന് ചോദിച്ചു. ആ സമയത്ത് ഉസ്മാൻ ഇബ്നുൽ ഹുവൈരിസ് സങ്കടം കൊണ്ട് പറഞ്ഞ വാക്കാണ്, അയാ സ്വനമൽ ഈദിൽ ലദീ സഫ ഹൗലഹു സ്വനാദീദു മിൻ വഫദിൻ ബഈദിൻ വമിൻ ഖുർബി തനക്കസ്ത മഖ്ലൂബൻ ഫമാദാക ഖുല്ലനാ
വമിൻ ഹുസ്നിനാ ഖദ്ദറത്തിൽ ലീറു ബിസ്സുഹബി. ഇങ്ങനെ തുടങ്ങിയ വരികൾ എന്ത് സംഭവിച്ചു പോയി? അയാ സ്വനമൽ ഈദ്, ആഘോഷത്തിന് വേണ്ടി വലിയ വിലപിടിപ്പുള്ള സ്വർണവും വെള്ളിയൊക്കെ തയ്യാറാക്കി ഉണ്ടാക്കിയ വിഗ്രഹമേ, നിന്റെ ചുറ്റും ഇരിക്കുന്നത് ഖുറൈശി നേതാക്കളിൽപ്പെട്ട പ്രധാനികളാണ്. എന്നിട്ട് എന്താണ് ഇങ്ങനെ വീഴുന്നത്? വീണ്ടും വീണ്ടും ഇങ്ങനെ ചോദിച്ച് ഈ പാട്ട് പാടിയിട്ട് പിന്നെയും അങ്ങനെ കുത്തിവെച്ചു, നിവർത്തിവെച്ചു. പിന്നെന്താ ചരിത്രം? അങ്ങനെ എത്രയായിട്ടും മനസ്സിലാക്കാതെ നിന്നപ്പോ വിഗ്രഹത്തിന്റെ ഉള്ളിൽ നിന്ന് നല്ല ഉറക്ക ശബ്ദത്തിൽ ഒരു മറുപടി ഇങ്ങോട്ട് വന്നു. എന്താ മറുപടി? തറദ്ദാലി മൗലൂദിൻ അളാഅത് ബിനൂരിഹി ജമീഉ ഫിജാജിൽ അർളി ഫിശ്ശർഖി വൽ ഗർബി. റിപ്പോർട്ടിൽ അങ്ങനെ നമ്മൾ പാടലെങ്ങനെ ഖൗഫൻ പിന്നെ റോബി അങ്ങനെയുണ്ട്. ഇനി വിഷമിക്കൊന്നും വേണ്ട, ഇങ്ങനെ റിപ്പോർട്ടിലുണ്ട്. ഫിശ്ശർഖി വൽ ഗർബി. പിന്നെയുണ്ട് വരികൾ വഖറത്ത് ലഹുൽ ലൗസാനു തുറം വറഅദത് ഖുലുബാ മുലൂകിൽ അർളി തുറം മിനർ റുഅബി. വഖറത്ത് ലഹുൽ ലൗസാൻ, ആ കുഞ്ഞിന് വേണ്ടിയാണ് വിഗ്രഹങ്ങളൊക്കെ താഴോട്ട് വീണുപോയത്. വഅർഅദത് ഖുലൂബ മുലൂകിൽ അർളി, ഭൂമിയിലെ രാജാക്കന്മാരുടെ മനസ്സൊക്കെ കിടുകിടാ വിറച്ചിട്ടുണ്ട്. എല്ലാവരുടെയും കിസ്റയും കൈസറും ഒക്കെ ഞെട്ടിവിറച്ചിട്ടുണ്ട്. വസ്വദ്ദത്ത് അനിൽ കുഹാനി ബിൽ ഗൈബി ജിന്നഹാ ഫലാ മുഖ്ബിറുന്നൻഹും ബിഹഖിൻ വലാ കദിബി. ജ്യോത്സ്യന്മാർക്ക് അദൃശ്യ വിവരങ്ങൾ കൊണ്ടുവന്നു കൊടുത്തിരുന്ന ജിന്നുകളെ കാണാനില്ല. കാരണം ജിന്നുകൾക്ക് മേലോട്ടുള്ള കയറാൻ നിർത്തിയല്ലോ, മേലോട്ട് കയറാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ ഇവരെ വിവരങ്ങളൊക്കെ പമ്പ കടന്നുപോയി. പിന്നെ പറയുന്നതൊക്കെ സാങ്കല്പികമായതും അനുമാനങ്ങളുമാണ്. ഫയാലാ ഖുസൈൻ ഇർജിഉ അൻ ളലാലികും വഹുബ്ബു ഇലൽ ഇസ്ലാമി വൽ മൻസിലിർ റഹ്ബി. എല്ലാ വരികളും നമുക്കൊരുപോലെയാണല്ലേ? അല്ല, തറദ്ദാലി മൗലൂദിന്ന് അവിടുന്ന് മറുപടി കേട്ട വരിയാണ്. ഒരു സ്വനമിന്റെ ഉള്ളിൽ നിന്ന്, വിഗ്രഹത്തിന്റെ ഉള്ളിൽ നിന്ന് വളരെ ഉറക്കെയാണ് വന്നത്. തറദ്ദാലി മൗലൂദിൻ, ഒരു കുഞ്ഞിന് വേണ്ടിയാണ് ഈ വീഴുന്നത്. എങ്ങനെ ജനങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടും ബുദ്ധിമാന്മാരാ അങ്ങക്ക് തിരിയുന്നില്ലെങ്കിൽ എന്നാ പിന്നെ സ്വനമായ ഞാൻ തന്നെ പറഞ്ഞുതരാം. അതിന്റെ ഉള്ളിൽ നിന്ന് തറദ്ദാലി മൗലൂദിൻ അളാഅത് ബിനൂരിഹി, ഒരു കുഞ്ഞിന് വേണ്ടിയാണ് വീഴുന്നത്. ഏതാണ് ആ കുട്ടി? അളാഅത് ബിനൂരിഹി, ആ കുട്ടിയുടെ നൂറ് കൊണ്ടാണ് വെളിച്ചം പരന്നത്. ജമീഉ ഫിജാജിൽ അർളി ഫിശ്ശർഖി വൽ ഗർബി, എല്ലാ പടിഞ്ഞാറിലും പൗരസ്ത്യ ഭാഗത്തും പാശ്ചാത്യ ഭാഗത്തും തെക്ക് ഭാഗങ്ങളിലും എന്ന് പറഞ്ഞാൽ മുഴുവൻ പ്രതലങ്ങളിലും അള്ളാഹു പ്രഭചൊരുത്തിയത് ആ കുട്ടിയുടെ ജന്മം കൊണ്ടാണ്. ആ കുട്ടിക്ക് വേണ്ടിയാണ് ഇതുവരെ മറിഞ്ഞു വീണത്. അതുകൊണ്ട് ഇനി എന്താ രക്ഷ എന്നറിയോ? ഹുബ്ബു ഇലൽ ഇസ്ലാമി വൽ മൻസിലിർ റഹ്ബി, വിശുദ്ധ ഇസ്ലാമിലേക്ക് ഉണർത്തേന്നേറ്റ് വരൂ. മറുപടി കിട്ടിയപ്പോ 4 പ്രമുഖന്മാരാണ് അവിടെ ഇരിക്കുന്നത് കേട്ടോ. ഒരു സ്വകാര്യമായിട്ട് പറഞ്ഞു, പോക 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 പോക, ഇനി ഇവിടെ ഇരിക്കണ്ട, ഇനി ഇവിടെ ഇരുന്നാൽ അതിലപ്പുറം കേൾക്കേണ്ടി വരും, അതുകൊണ്ട് പോകാന്ന് പറഞ്ഞു. എഴുന്നേറ്റ് പോയിട്ട് പരസ്പരം അവര് പറഞ്ഞു, വല്ലാത്തൊരു സംഭവട്ടോ, പക്ഷേ ഇതൊരു സ്വകാര്യമായിട്ട് വെക്കണം, ആരോടും പറയണ്ട. പക്ഷെ ആരോടും പറയാതിരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. കാരണം ജനങ്ങൾ ചോദിച്ചു, നിങ്ങൾ ഇന്നലെ രാത്രി അവിടെ ഇങ്ങനെ ഇരുന്നില്ല, പെട്ടെന്ന് സുബീന്റെ മുമ്പന്നെ നിങ്ങൾ അവിടെ നിന്ന് പോന്നല്ലോ, എന്താ സംഭവം? അപ്പൊ എങ്ങനെ ഇപ്പൊ ഇത് പറയാതിരിക്ക? പറഞ്ഞാലോ? അങ്ങനെ അത് പുറത്തു വന്നു. ഈ 4 കൂട്ടത്തിൽ, ഈ 4 ആളുകളുടെ കൂട്ടത്തിൽ 4 പേർക്കും സത്യം ഏതാണെന്ന് അവര് ഭജനമിരിക്കുന്ന സ്വനമിന്റെ മുന്നിൽ വെച്ച് വലിയ ഒരു സ്വനമിൽ നിന്ന് ഉച്ച ശബ്ദത്തിൽ കേൾപ്പിച്ചു കൊടുത്തിട്ടും എല്ലാവർക്കും സത്യം സ്വീകരിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല. അള്ളാഹു ഹക്കായത് സ്വീകരിച്ച് ഖാത്തിമത്ത് നന്നായി മരിക്കാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. സത്യം എങ്ങനെയാണെന്ന് എഴുതിയിട്ട് സ്വീകരിക്കാൻ ഭാഗ്യം കിട്ടും എല്ലാവർക്കും. അതിൽ ഭാഗ്യം കിട്ടിയ ആളാണ് വറഖത്ത് ബിൻ നൗഫൽ. വറഖത്ത് ബിൻ നൗഫലിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നഹു ഫീ ബുത്നാനിൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ ഉദ്യാനത്തിലാണ്. സദഖ റസൂലുള്ളാഹി. കാരണം വറഖത്ത് ബിൻ നൗഫൽ ആദ്യ ഘട്ടത്തിൽ ഇഖ്റ ബിസ്മിക്ക് ഇറങ്ങിയ ഘട്ടത്തിലുണ്ട്. ആ ഘട്ടത്തിൽ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഈ വിവരങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് വറഖത്ത് ബിൻ നൗഫലിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. വറഖത്ത് ബിൻ നൗഫൽ പറഞ്ഞു, പേടിക്കാനൊന്നുമില്ല,
പേടിക്കാനൊന്നുമില്ല. മൂസാ നബി അലൈഹിസ്സലാമിന് അള്ളാഹു ഇറക്കിക്കൊടുത്ത അതേ ദൂതനാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നത്. ശൈത്താനൊന്നല്ല, അള്ളാഹുവിന്റെ ദൂതനാണ്, മലക്കാണ്, മാലാഖയാണ് വന്നത്. എന്നിട്ട് പറഞ്ഞു, നിങ്ങളെ ഈ നാട്ടിൽ നിന്ന് ജനങ്ങളൊക്കെ ഇവിടുന്ന് പോകണമെന്ന് പറയുന്നൊരു സന്ദർഭം വരുമ്പോ അന്ന് ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചോദിക്കാണ്, അവ മുഖ്രിജിയഹും, ഈ നാട്ടുകാര് ഈ നാട്ടിൽ നിന്ന് എന്നെ പുറത്താക്കാനും പുറത്ത് എന്നോട് പോകാനും വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ നടത്തുമോ? വറഖത്ത് ബിൻ നൗഫൽ പറഞ്ഞു, അതെ നടത്തും നബിയേ. ഇതേ സന്ദേശം കൊണ്ട് ആര് ഏത് നാട്ടിൽ വന്നിട്ടുണ്ടോ അവർക്കൊക്കെ ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനുണ്ടായിട്ടുണ്ട്, ലൂത്ത് നബി അലൈഹിസ്സലാമിനുണ്ടായിട്ടുണ്ട്, യൂനുസ് നബി അലൈഹിസ്സലാമിനുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തങ്ങൾ പേടിക്കണ്ട. ആ സന്ദർഭത്തിൽ ഞാനുണ്ടായിരുന്നുവെങ്കിൽ അൻസുറുക നസ്റം മുഅസ്സറാ, ശക്തമായ ശക്തിയോടെ തങ്ങൾക്ക് പിന്തുണ അറിയിച്ച് തങ്ങളെ പിന്നാലെ ഞാൻ ഉറച്ചു നിൽക്കും. ഏറെ താമസിയാതെ വറഖത്ത് ബിൻ നൗഫൽ ആ വിശ്വാസം കൊണ്ട് അങ്ങനെ അങ്ങ് പരലോകം പുൽകി. അതേ സമയത്ത് വേറൊരാളാണ് ഉസ്മാൻ ഇബ്നുൽ ഹുവൈരിസ്. അത് നമ്മളെ മങ്കൂസ് മൗലിദിൽ പറയണത് റളിയല്ലാഹുവിന്റെ ചെല്ലരുതിട്ടോ, അതിലങ്ങനെ ഒരു പേരുണ്ട്. പക്ഷെ ആ പേര് കേൾക്കുമ്പോൾ ചൊല്ലിപ്പോകരുത്. പിന്നെയും പറയാണ്, കാരണം അവിടെയൊക്കെ ചിലരാണ് വഖഫ് ഇങ്ങനെ ഓതിയിട്ട് ഉസ്മാൻ ഇബ്നുൽ ഹുവൈരിസ്. ഇപ്പൊ കേൾക്കുന്ന ആൾക്കാർക്ക് ഉസ്മാൻ എന്നല്ല കേട്ടത്, ചൊല്ലലാ റളിയല്ലാഹു. ഈ സത്യമൊക്കെ കേട്ടിട്ടും അത് അറിഞ്ഞ് വിശ്വസിച്ച് ജീവിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടില്ല. നേരെ കൈസർ രാജാവിന്റെ അടുത്തേക്ക് വിട്ടു. ചരിത്രം ചുരുക്കാണ്. അവിടെ നസ്രാനിയായിട്ട് അങ്ങനെ ജീവിച്ചു കഴിഞ്ഞു. വേറൊരാളാണ് സെയ്ദ് ബിനു അംർ ബിനു നുഫൈൽ എന്ന് പറയുന്ന മഹാൻ. ആ മഹാനുഭാവൻ ഒരു മുശ്രിക്കീങ്ങൾ ഒരു നേർച്ചക്കും കൂടൂല, ഒരു നേർച്ചക്കും കൂടൂല. മുശ്രിക്കീങ്ങൾ ഒരുപാട് നേർച്ച എടുത്തപ്പോഴും മഹാനവറുകൾ പറയും, നിങ്ങളൊന്നും സത്യമാർഗത്തിലല്ല, നിങ്ങളൊന്നും ഇബ്രാഹിം നബിന്റെ മില്ലത്തിലല്ല, എന്താണ് ഈ കാട്ടിക്കൂട്ടുന്നത്, ഞാൻ അതിനൊന്നുമില്ല എന്ന് പറയും. എന്നിട്ട് ആ മഹാനവറുകൾ ഇടക്കിടക്ക് അവരോട് പറയും, തറക്തുല്ലാത്ത വൽ ഉസ്സാ ജമീആ, ലാത്തനെ ഞാൻ കൈയൊഴിഞ്ഞു, ഉസ്സനെയും ഞാൻ കൈയൊഴിഞ്ഞു. കദാലിക യഫഅലുർ റജുലുൽ ബസീറു, ബുദ്ധിമാനായ മനുഷ്യൻ എങ്ങനെയാ ചെയ്യേണ്ടത്? അവനവൻ കൊത്തിപ്പണിയെടുക്കുന്നതിന്റെ പിന്നാലെ പോയി നിൽക്കാൻ നിങ്ങളല്ലാതെ ആരെങ്കിലും കിട്ടുമോ? അതുകൊണ്ട് ഞാൻ അതിനൊന്നും ഇല്ല. റബ്ബൻ വാഹിദൻ അം അൽഫ റബ്ബി അദീനു ഇദാ തഖസ്സമതിൽ ഉമൂറു. ഒരു റബ്ബിനെയാണ് ഞാൻ ആരാധിക്കേണ്ടത്, അല്ലെങ്കിൽ 1000 റബ്ബിനെ, 1000 പഠിച്ചവന്മാരാണ് ആരാധിക്കേണ്ടത്. ഞാൻ അതിനൊന്നുമില്ല. ഞാൻ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മില്ലത്തിൽ അങ്ങനെ ജീവിക്കും. അങ്ങനെ പല ഭാഗത്തേക്കും സത്യാന്വേഷണത്തിന് വേണ്ടി പോയി. എല്ലാ ഭാഗത്തും പോകുമ്പോൾ ഓരോ പണ്ഡിതന്മാരെ കാണും. ഒരു പ്രദേശത്തെത്തിയപ്പോൾ ഒരു പണ്ഡിതൻ പറഞ്ഞു, നിങ്ങൾ അന്വേഷിക്കുന്ന ഒരു ദീൻ ഇബ്രാഹിം നബിന്റെ ദീനല്ലേ, അത് ഇന്ന് ഭൂമി ലോകത്ത് എവിടെയില്ല. പക്ഷേ അവസാനത്തെ ഒരു നബി വരാൻ സമയമായിട്ടുണ്ട്. നിങ്ങൾ വന്ന നാട്ടിലാണ് ആ നബി വരാനുള്ളത്, അഥവാ മക്കയിലാണ് ആ നബി ഉദയം ചെയ്യുന്നത്. അത് കേട്ടപ്പോൾ സെയ്ദ് ബിൻ അംർ ബിൻ നുഫൈലിന് വല്ലാത്തൊരാഗ്രഹം മക്കയിലേക്ക് മടങ്ങാൻ. വരുന്ന വഴിയിൽ ശത്രുക്കൾ മഹാനവറുകളെ തടഞ്ഞു വെച്ചു, ബന്ദിയാക്കി പിടിച്ചു വെച്ചു. പിന്നെയും പോകണമെന്ന് ആശ അറിയിച്ചപ്പോൾ കൊന്നുകളഞ്ഞു, സ്വീകരിക്കാനായിട്ടില്ല. അങ്ങനെ കഴിഞ്ഞുപോയി സെയ്ദ് ബിൻ അംർ ബിൻ നുഫൈൽ. പക്ഷേ അതിനേക്കാൾ ഏറെ സങ്കടം എന്താണെന്നറിയോ നിങ്ങൾ? ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിച്ചിരുന്ന ഒരാളാണ് അബ്ദുല്ലാഹി ബിൻ ജഹ്ഷ് എന്ന് പറയുന്ന ആൾ. വിശ്വസിച്ചിട്ട് ഹബശയിലേക്ക് ഹിജ്റ പോയപ്പോൾ കൂട്ടത്തിൽ ഹിജ്റ പോയി. അവിടെ എത്തിയപ്പോൾ നസ്രാനിയായിട്ട് ഇസ്ലാം വിട്ടു. അബ്ദുല്ലാഹി ബിൻ ജഹ്ഷ് നസ്രാനിയായി. അങ്ങനെ നസ്രാനിയായിട്ട് തന്നെ അങ്ങ് മൂത്തായും ചെയ്തു. ഈ സൗന്ദര്യങ്ങളൊക്കെ കിട്ടിയിട്ട് അത് ഉൾക്കൊള്ളാൻ കഴിയാന്ന് പറയുന്നത് വല്ലാത്തൊരു മഹാഭാഗ്യല്ലേ. പക്ഷെ ആ ഭാഗ്യം സ്വീകരിക്കാനുള്ള ഒരു അവസ്ഥ ആ മനുഷ്യന് കിട്ടിയില്ല, അതിനടുക്ക് വിട്ടു. ഈ സന്ദർഭത്തിൽ സഹോദരങ്ങളെ, അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ വിലാദത്തിന്റെ സമയത്ത് ഉണ്ടായ സംഭവത്തിൽ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒന്നാണ് കിസ്റ കോട്ട വിറച്ചതും അവിടുന്ന് കഷ്ണങ്ങൾ ഇങ്ങനെ ഓരോന്നായി 14 കഷ്ണങ്ങൾ തെറിച്ചു വീണ സന്ദർഭം. ആ ഒരു അവസ്ഥയെപ്പറ്റി, ആ ഒരു വല്ലാത്ത സംഭവത്തെ പറ്റി
കിതാബുകളിലൊക്കെ പറയുന്നുണ്ട്, കിസ്റ രാജാവ് ഇത്രയും പേടിച്ച ഒരു സമയം മുമ്പുണ്ടായിട്ടില്ല. വല്ലാത്ത കിസ്റ രാജാവിന് വന്ന പേടി. ആ പേടിയിൽ അദ്ദേഹം വിഷയങ്ങൾ അറിയാൻ വേണ്ടി, ഈ സമയത്ത് എന്ത് സംഭവിച്ചു എന്നറിയാൻ വേണ്ടിയിട്ട് ആ നാട്ടിലെ വലിയൊരു പണ്ഡിതനെ ചുമതലപ്പെടുത്തി. മൂബിദാൻ എന്ന് കിതാബുകളിലൊക്കെ പരിചയപ്പെടുത്തുന്നത് വലിയൊരു ജഡ്ജിയാണ്, അല്ലെങ്കിലോ വലിയൊരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട്. എന്താണ് ആ സ്വപ്നം? വലിയ വലിയ ഒട്ടകങ്ങൾ, ആ ഒട്ടകങ്ങൾ നാടൻ കുതിരകളെ തെളിച്ചു കൊണ്ടുവരുന്നു. ആ കുതിരകൾ ടൈഗ്രീസ് നദിയൊക്കെ മുറിച്ചു കടന്ന് എല്ലാ ഭാഗത്തേക്കും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുകയാണ്. ഇങ്ങനെ വരുന്നൊരു യാത്രയാണ് ഈ വലിയ ജഡ്ജിയായ മനുഷ്യൻ കാണുന്നത്. കിസ്റ രാജാവ് കോട്ട വിറച്ചതും കഷ്ണങ്ങൾ ഇങ്ങനെ തെറിച്ചു വീണതൊക്കെ കണ്ട് വല്ലാതെ പേടിച്ചു നിൽക്കുമ്പോഴാണ് ഈ പറയുന്ന മനുഷ്യൻ ഞാനിങ്ങനെ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട് എന്ന വിഷയം പറഞ്ഞു വരുന്നത്. രാജാവ് ചിന്തിച്ചു, ഇതിന്റെ വിശദീകരണം കിട്ടണം. എന്താണ് കിസ്റ കോട്ട ഇങ്ങനെ വറക്കാനുള്ള കാരണം എന്താണ്? അനൂഷർവാൻ എന്ന് പറയുന്ന രാജാവാണ് അന്ന് കിസ്റ ഭരിക്കുന്നത്. ഭരണത്തിൽ നീതിയുള്ള ആളാണ്, ഭരണത്തിൽ നല്ല ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിച്ച ആളെന്നുള്ള അർത്ഥത്തിലല്ല, ഭരണത്തിൽ നീതി പുലർത്തുന്ന ആളാണ്. പക്ഷെ പിന്നീട് ആ കിസ്റക്ക് പല മാറ്റങ്ങളും വരാനുണ്ട്. അവരൊക്കെ ശ്രദ്ധിച്ചു ഭരിക്കണം എന്ന അർത്ഥത്തിൽ വല്ലാത്ത ഒരു സൂചനയാണ് ആ വിറയലും കഷ്ണങ്ങൾ തെറിച്ചു വീണത്. 14 കഷ്ണങ്ങൾ തെറിച്ചു വീണെന്ന് പറഞ്ഞാൽ 14 രാജാക്കന്മാര് ഭരിക്കുമെന്നതിലേക്കുള്ള ഒരു സൂചനയാണ്. പിന്നീട് ആ വിവരങ്ങളൊക്കെ പിന്നീട് കൈമാറുന്നത് അന്നത്തെ കിസ്റ രാജാവ് ഈ വിഷയം കിട്ടാൻ വേണ്ടി എങ്ങനെ ഒരു പണ്ഡിതനെ കിട്ടണം, ഇതിന്റെ വിശദീകരണങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ് കാത്തു നിൽക്കുന്ന സമയത്താണ് രാജാവിന് ഒരു എഴുത്ത് വരുന്നത്. 1000 വർഷം കത്തിച്ച് ആരാധിച്ചിരുന്ന വലിയ അഗ്നി കെട്ടുപോയിട്ടുണ്ട്, അതിനെ സംബന്ധിച്ച് ഒന്ന് അറിയിക്കണം. സാവാ തടാകം ഒരിറ്റ് വെള്ളമില്ലാതെ അതും വരണ്ടിട്ടുണ്ട്, അതിനെപ്പറ്റി അന്വേഷിക്കണം. അപ്പൊ രാജാവിന് ഒന്നുകൂടി ബേജാറ് കൂടി. രാജാവിന്റെ കോട്ട വിറച്ചതും ഈ കഷ്ടങ്ങൾക്ക് വന്ന് വീണതും അതിന്റെ പേടിയിലാണ് നിൽക്കുന്നത്. അതിന്റെ പുറമെ ഒരു വലിയ ഉദ്യോഗസ്ഥൻ വന്നിട്ട് കണ്ട ആ സ്വപ്നത്തിന്റെ ഒരു രംഗം, നല്ല ശക്തിയുള്ള കുതിരകൾ, ആ കുതിരകളെ കീഴ്പ്പെടുത്തുന്നത് ഒട്ടകങ്ങളാണ്. അതാ കാണുന്ന രംഗം. എന്നിട്ട് ഈ ഒട്ടകങ്ങൾ രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തുന്നുണ്ട്. ഈ കണ്ടതൊക്കെ കേട്ട് പേടിച്ചിരിക്കുമ്പോഴാണ് വേറെ ഒരു കത്തുമായിട്ട് കുറെ ആൾക്കാർ വരുന്നത്, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെയൊരു സംഭവം ഉണ്ട്. അപ്പൊ രാജാവ് ചിന്തിച്ചു, ടെൻഷൻ കൂടിയിട്ട് രാജാവ് പറഞ്ഞു, ഇതിന്റെ വിഷയങ്ങളൊക്കെ അറിയണമല്ലോ, അതിനാരുണ്ട് എനിക്ക് വിവരം തരാൻ? ആ സമയത്ത് നേരത്തെയുള്ള ആ വലിയ ഉദ്യോഗസ്ഥൻ പറഞ്ഞു, രാജാവേ പേടിക്കേണ്ടതില്ല, അതിനെപ്പറ്റി അന്വേഷിക്കാൻ നിങ്ങൾ അറേബ്യൻ ഭാഗത്ത് നിങ്ങളുടെ ഭരണത്തിന് കീഴിലുള്ള ആളുകളിലേക്ക് കത്തെഴുതണം. അവിടെയുള്ള നല്ലൊരു പണ്ഡിതനെ ഇങ്ങോട്ട് അയക്കാൻ വേണ്ടി പറയണം. അറബികളിൽപ്പെട്ട പണ്ഡിതന്മാരോട് ഇതിന്റെ വിഷയം ചോദിക്കാം. കിസ്റ രാജാവ് അങ്ങനെ കത്തയച്ചു. കിസ്റ രാജാവിന്റെ കീഴിൽ ഭരണം നടത്തുന്ന നുഅ്മാൻ ഇബ്നുൽ മുൻദിർ എന്ന് പറയുന്ന വ്യക്തിയിലേക്ക് നിന്റെ നാട്ടിൽ നിന്ന് അറബികളുടെ വിഷയങ്ങളൊക്കെ അറിയുന്ന നല്ലൊരു പണ്ഡിതനെ ഇങ്ങോട്ട് വിടണം, എന്നിട്ട് എനിക്ക് പല വിഷയങ്ങളും ചോദിക്കാനുണ്ട്. ആ സമയത്ത് പറഞ്ഞയച്ച ആളാണ് അബ്ദുൽ മസീഹ് എന്ന് പറയുന്ന മനുഷ്യൻ. അദ്ദേഹം 150 വർഷം ജീവിച്ച ആളാണ്. അദ്ദേഹത്തെയാണ് രാജാവിന്റെ അടുത്തേക്ക് വരുന്നത്. രാജാവ് ചോദിച്ചു, ഞാൻ ചോദിക്കുന്ന വിഷയങ്ങൾക്ക് ഉത്തരം പറയാൻ നിങ്ങൾക്ക് കഴിയുമോ? രാജാവ് ചോദിക്കൂ, എനിക്ക് കിട്ടുന്നത് പറഞ്ഞു തരാം. അല്ലെങ്കിൽ എന്നേക്കാൾ മേലെ വിവരമുള്ള വേറൊരാളുണ്ട്, ഞാൻ അയാളോട് പോയി ചോദിക്കാം. എവിടെയാണ് അയാളുള്ളത്? എൻ്റെ ഒരു അമ്മാവനാണ്, ഷാമിന്റെ ഭാഗങ്ങളിലാണ് താമസിക്കുന്നത്, പ്രായം അങ്ങേ അറ്റത്തെത്തിയിട്ടുണ്ട്, അയാളുടെ പേര് സത്യുഹ് എന്നാണ്, അയാളോട് പോയി ചോദിക്കാം. അങ്ങനെ അബ്ദുൽ മസീഹിനോട് രാജാവ് പറഞ്ഞു, ഈ കോട്ട പറച്ചു, കഷ്ണങ്ങളൊക്കെ തെറിച്ചു വീണു, ഇങ്ങനെ അഗ്നികുണ്ഡം കെട്ടുപോയി, അതുപോലെ സാവാ തടാകം വറ്റി, വലിയ വലിയ അത്ഭുതങ്ങളാണ് ഇവിടെ നടന്നത്, അതിനെപ്പറ്റി ഒന്ന് ചോദിക്കണം. അപ്പൊ അബ്ദുൽ മസീഹ് പറഞ്ഞു, ഇതാ വലിയ ആളോട് തന്നെ ചോദിക്കണം, എനിക്ക് ഇത്രമാത്രം വലിയ വിവരമൊന്നുമില്ല. അപ്പൊ സത്യഹിനെ കാണാൻ പോയി. അദ്ദേഹം മരണത്തിന്റെ വക്കത്തെത്തിയിട്ടുണ്ട്. ചരിത്രത്തിൽ പറയുന്നത് ആ മനുഷ്യൻ, ആ മരിക്കാൻ കിടക്കുന്ന മനുഷ്യന് 300 വയസ്സായിട്ടുണ്ട്. ഒക്കെ പഴയതിന്റെ ബാക്കി ഇങ്ങനെ ബാക്കി നിൽക്കാണ്.
പിന്നെ ഇങ്ങോട്ട് വരുന്നൊക്കെ മാബൈന സിത്തീന സഫീനാകും. പഴയതിന്റെ ബാക്കി പുറങ്ങൾ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അയാളിങ്ങനെ നടക്കാനൊന്നും കഴിയാതെ വറ്റ ക്ഷീണിച്ചിരിക്കുകയാണ്. മഞ്ചലിലാണ് കൊണ്ടുപോകൽ പല ഭാഗത്തേക്ക്. എന്തെങ്കിലുമൊക്കെ മറുപടി ഇറങ്ങെങ്കിലും ഒന്ന് പിടിച്ചിങ്ങനെ കുലുക്കണം. ആ ഒരു രൂപത്തിലെത്തിയിട്ടുണ്ട്. അങ്ങനെ ആ സത്തീഹിന്റെ അടുത്തെത്തിയിട്ട് അബ്ദുൽ മസീഹ് ചോദിച്ചു ഈ സംഭവങ്ങളെ പറ്റിയൊക്കെ. അപ്പൊ സത്തീഹ് പറഞ്ഞു, നിങ്ങൾ വന്നത് എന്തിനാന്ന് നിങ്ങൾ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. ടൈഗ്രീസ് നദിയും യൂഫ്രട്ടീസ് നദിയൊക്കെ മുറിച്ച് കടന്നിട്ട് ഒരു സംഘം വരുന്ന ഒരു സ്വപ്നം അങ്ങനെ കണ്ടുല്ലേ? അങ്ങനെ കണ്ടു. അതെ, അതൊരു കാര്യം കേൾക്കണോ? വലിയ ഒരു നേതാവ് ലോകത്ത് ഉദയം ചെയ്തിട്ടുണ്ട്. സ്വാഹിബുൽ ഹിറാവ സയ്യിദുനാ റസൂലുള്ളാഹി. തങ്ങളെ ഒരു പേരാണ് അവിടെ ഉപയോഗിച്ചത്. ദലായിലുൽ ഖൈറാത്തിൽ നമുക്ക് കാണാം പേര് സ്വാഹിബുൽ ഹിറാവ. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാമം ഉച്ചരിച്ചുകൊണ്ട് പറഞ്ഞു, ഈ പേര് ഉച്ചരിച്ചുകൊണ്ട് പറഞ്ഞു, ഖുർആൻ പാരായണങ്ങളൊക്കെ അധികരിച്ചാൽ ആ വലിയ മഹാമനീഷി ഇവിടെ വ്യക്തമായ എല്ലാവരിലേക്കും ഇറങ്ങിയാൽ പിന്നെ കീഴ്പ്പെട്ട് കൊടുക്കുകയല്ലാതെ വേറൊന്നും പറയാൻ കഴിയൂല. കിസ്ര രാജാവിനോട് പറഞ്ഞേക്കണം, മറ്റു രാജാക്കന്മാരോടൊക്കെ പറഞ്ഞേക്കണം, എല്ലാവരോടും ഓർമ്മിപ്പിച്ചു കൊടുക്കേണ്ട സന്ദേശമാണ്, എല്ലാവരും അംഗീകരിക്കേണ്ടി വരും. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാജാക്കന്മാരിലേക്കൊക്കെ പിൽക്കാലത്ത് കത്തയച്ചിട്ടുണ്ട്. അന്ന് തങ്ങൾ കത്തയക്കുന്ന കാലത്ത് കിസ്ര രാജാവ് ആ കത്ത് കിട്ടിയപ്പോൾ ഒരു തവണ പോലും ഒന്ന് വായിച്ചു നോക്കാതെ, അല്ലെങ്കിൽ പിന്നൊന്ന് വായിക്കാമെന്ന് കരുതി സൂക്ഷിക്കാതെ ആ കത്ത് വലിച്ചു കീറി കൊട്ടയിലേക്ക് അങ്ങ് വലിച്ചെറിഞ്ഞു. ഈ വിവരം പറഞ്ഞപ്പോഴാണ് തങ്ങൾ പറഞ്ഞത്, മസ്സഖല്ലാഹു കിസ്ര, കിസ്രേ അല്ലാഹു തആല ഛിന്ന ഭിന്നമാക്കട്ടെ. അധികാരം കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ആ അധികാരത്തിലിരിക്കുന്ന വാപ്പാനെ മോൻ തന്നെ കൊന്നു. കാരണം മോനോട് ചോദിച്ചാൽ പറഞ്ഞു, ഇപ്പൊ വാപ്പാനെ കൊന്നാലേ ഭരണത്തിൽ കയറാൻ പറ്റുള്ളൂ എന്നാ. മസ്സഖല്ലാഹു കിസ്ര. പിന്നെ പരമ്പരയായിട്ട് കൊലപാതകങ്ങൾ തന്നെയാണ്. കാരണം ആ കത്ത് ഇങ്ങനെ കീറിയില്ലേ, അതിനനുസരിച്ച് അവരെ അല്ലാഹു തആല കീറിയതാണ്. ബഹുമാനത്തോടെ ആ കത്ത് സൂക്ഷിക്കണ്ടേ? പക്ഷെ ഹിറക്കിൽ ചക്രവർത്തി അങ്ങനെയല്ല ചെയ്തത്. ആ കത്ത് സൂക്ഷിക്കാൻ ഒരു സ്വർണ്ണപ്പെട്ടി ഉണ്ടാക്കിയ ആളാണ് ഹിറക്കിൽ ചക്രവർത്തി. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ കത്ത്, 4 വരിയുള്ള ആ കത്ത്, അത് സൂക്ഷിക്കാൻ എന്താ ഉണ്ടാക്കിയത്? സ്വർണത്തിന്റെ പെട്ടി. ഹിറക്കിൽ ചക്രവർത്തി അബൂ സുഫിയാനെയും കൂട്ടരെയും വിളിച്ച് നല്ല അന്വേഷണങ്ങളൊക്കെ നടത്തി. വിശ്വസിക്കണം എന്നൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ വന്നപ്പോഴോ കൂടുള്ള ആൾക്കാർ പറഞ്ഞു, അങ്ങനൊക്കെ വിശ്വസിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഭരണത്തിൽ നിന്ന് താഴെർക്കുന്നു. അപ്പൊ ഭരണം പോകും, ആൾക്കാരെ അനുസരിക്കാൻ പിന്നെ ആരുണ്ടാകൂല എന്ന് കണ്ടപ്പോ പിന്നെ അവിടെ തന്നെ അങ്ങനെ നിന്നു. പിന്നെ അങ്ങനെ അങ്ങോട്ട് പോയി. എന്നാലും ഒരു മര്യാദ കാണിച്ചിട്ടുണ്ട്, ഒരു ബഹുമാനം കാണിച്ചിട്ടുണ്ട്. ആ കത്ത് സൂക്ഷിക്കേണ്ട ബഹുമാനത്തോടെ സൂക്ഷിച്ചല്ലോ, ഒരു ബഹുമാനല്ലേ. അപ്പൊ ആ കത്ത് നിലനിൽക്കുന്ന കാലത്തോളം ഭരണം ഉണ്ടാകും എന്ന് പറഞ്ഞ് ഹിറക്കിൽ ചക്രവർത്തി അടുത്ത ആൾക്ക് കൈമാറിയിരുന്നു. ആ കത്ത് നഷ്ടപ്പെട്ടപ്പോ, പെട്ടി നഷ്ടപ്പെട്ടപ്പോ ആ ഭരണവും പോയി. എന്താ അത് ചെറിയൊന്നല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്തയച്ച, തങ്ങൾ സീല് വെച്ച, മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് സീല് വെച്ച പതിപ്പിച്ച കത്താണത്. ആ കത്തിന് ചെറിയ ബഹുമാനം എന്നല്ല, വലിയ ബഹുമാനമുണ്ട്. അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഇരിക്കട്ടെ, ഈ വിവരം കിട്ടിയപ്പോ കിസ്ര രാജാവ് ആകെ പേടിച്ചുപോയി. സുബ്ഹാനല്ലാഹ്, വല്ലാത്ത ഒരു സമയമാണല്ലോ ഉണ്ടായത്. ആ സമയത്ത് സൂക്ഷിക്കാനും ശ്രദ്ധിക്കാനും ഇനി ഒരു വകുപ്പ് മാത്രമേ ഉള്ളൂ. എന്താണ് ആ വകുപ്പ്? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംഗീകരിക്കുക, തങ്ങളിലേക്ക് നിങ്ങൾ അനുസരിച്ചു കൊടുക്കുക, അംഗീകാരം കൊടുക്കുക. എന്നാ പിന്നെ ഒരു തകരാറും ഒരു ബുദ്ധിമുട്ടുമില്ല. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെയുള്ള ഉമ്മമാരുടെയും അതുപോലെ തന്നെ മലക്കുകളുടെയും നിയന്ത്രണത്തിൽ, നിരീക്ഷണത്തിൽ, സന്തോഷത്തിൽ തങ്ങളങ്ങനെ വളർന്ന് മുന്നോട്ട് നീങ്ങുകയാണ്. കൂട്ടത്തിൽ ഉണ്ടായ ഒരു സന്തോഷവും കൂടി പറഞ്ഞ് ഇന്നത്തെ വിഷയം ഞാൻ അവസാനിപ്പിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ളത് നാളെ നമുക്ക് പറയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. തുടങ്ങിയാൽ പിന്നെ അങ്ങോട്ട് എത്തൂല എന്ന് കരുതിയിട്ടൊരു വഖഫിൽ നിർത്തുകയാണ്. ആ ദിവസത്തിൽ ഉണ്ടായ ഒരു സന്തോഷം കൊണ്ട് കിട്ടിയ ഒരു ഭാഗ്യം, അബൂലഹബിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച സന്തോഷ വാർത്ത വന്ന് വിവരം പറഞ്ഞത് അടിമയായിരുന്ന സുവൈബത്തുൽ അസ്ലമിയെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുലയൂട്ടിയ മാതാക്കളിൽ ഒരു മാതാവും കൂടിയാണ്. കുറഞ്ഞ കാലം
സുവൈബത്തുൽ അസ്ലമിയ വന്ന ആ ഒരു സന്തോഷം പറഞ്ഞപ്പോ ആ ഒരു സന്തോഷത്തിന്റെ കെറോഫിൽ അടിമത്തത്തിൽ നിന്ന് മോചനം കൊടുത്തു. ആരാണ് ഈ മോചനം കൊടുക്കുന്നത്? അബൂലഹബാണ്. ആ അബൂലഹബ് പിന്നീട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലിയ ശത്രുവായിട്ടാണ്. മറ്റാരും ചെയ്യാത്ത രൂപത്തിൽ വലിയ വിദ്വേഷവും വൈരാഗ്യവും വെച്ചു പുലർത്തിയാണ് അബൂലഹബ് ജീവിച്ചത്. അബൂലഹബിന്റെ അന്ത്യവും അങ്ങനെ തന്നെയാണ് ഉണ്ടായത്. പക്ഷേ അബൂലഹബിന്റെ മരണാനന്തരം അബൂലഹബിനെ സ്വപ്നത്തിൽ ദർശിച്ച കുടുംബത്തിൽപ്പെട്ട വളരെ അടുത്ത ബന്ധുവായ ആളോട് ചോദിച്ചു, അബൂലഹബിനോട് ചോദിച്ചു, എങ്ങനെയുണ്ട്, എന്താണിപ്പോഴുള്ള അവസ്ഥ? അബൂലഹബ് പറഞ്ഞു, ഇപ്പോഴുള്ള അവസ്ഥ എന്താണെന്നറിയോ? എല്ലാ തിങ്കളാഴ്ചയും എന്റെ വിരലുകൾക്കിടയിലൂടെ നല്ല ശുദ്ധജലം എനിക്ക് കുടിപ്പിക്കപ്പെടുന്നു. സ്വപ്നത്തിൽ കണ്ടത് ആരാന്നറിയോ സഹോദരങ്ങളെ? ഒരു സാധാരണ ആളല്ല, അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു ആണ്. ഈ സംഭവം ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി സ്വഹീഹിൽ രേഖപ്പെടുത്തിയ സംഭവമാണ്. എന്തേ അങ്ങനെ കിട്ടാനുള്ള കാരണം? അബൂലഹബ് എങ്ങനെയാ പിരിഞ്ഞുപോയത്? മുസ്ലിമായിട്ടാണോ? അല്ല. മുഅ്മിനായിട്ടാണോ? അല്ല. അബൂലഹബ് നരകത്തിൽ കടക്കുമെന്ന് അല്ലാഹു തീർച്ചപ്പെടുത്തി പറഞ്ഞതാണ്. ആ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ കിട്ടുന്ന ഒരു സന്തോഷത്തിന്റെ കാരണം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനത്തിന്റെ വാർത്ത സന്തോഷം അറിയിച്ചപ്പോൾ അന്ന് ചെയ്ത ആ ഒരു സന്തോഷം രേഖപ്പെടുത്തിയത് കൊണ്ട് ചെയ്ത ആ ഒരു ക്രിയക്ക് പിന്നിലാണ് ഇത് കിട്ടിയത്. അതുകൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാർ അവിടെ രേഖപ്പെടുത്തി, ഇദാ കാന ഹാദാ കാഫിറൻ ജാഅ ദമ്മുഹു വതബ്ബത് യദാഹു ഫിൽ ജഹീമി മുഖല്ലദാ. ഈ മനുഷ്യൻ സത്യനിഷേധിയായി ജീവിച്ച ആളാണ്. അദ്ദേഹത്തെ കുറിച്ചുള്ള ആക്ഷേപം ഖുർആനിൽ വന്നിട്ടുണ്ട്, തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. എന്നിട്ടും ഒരു സുകൃതം ചെയ്തു, അതാ അന്നഹു ഫീ യൗമിൽ ഇസ്നൈനി ദായിമാ യുഖഫഫു അൻഹു ലിസ്സുറൂരി ബി അഹ്മദാ. അഹ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സന്തോഷിച്ച കാരണം തിങ്കളാഴ്ച ഒരു ചെറിയ ഇളവ് ശുദ്ധജലം കുടിപ്പിക്കപ്പെടുന്നു. കാലകാലം നരകത്തിൽ കിടക്കുന്ന മനുഷ്യന് ആ നരകത്തിൽ ഒരു ശുദ്ധജലം കിട്ടാനുള്ള കാരണം നല്ല ഒരു സുകൃതം ചെയ്തു എന്ന അർത്ഥത്തിൽ അള്ളാഹു സ്വീകരിച്ചു എന്നാണെങ്കിൽ ആ വ്യക്തി ആരാണ്? അള്ളാഹു സ്വീകരിക്കുന്നത് ആരുടേതാണ്? അവിടെ ചിന്തിക്കണം. ഒരു വിഷയമാണ് അവിടെ ഉണ്ടായത്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മത്തിൽ പ്രകടിപ്പിച്ച സന്തോഷത്തിനാണ് ആ കിട്ടിയത്. സുഹൃതങ്ങളാണെങ്കിൽ എത്ര ആളുകൾ സുഹൃതങ്ങൾ ചെയ്ത് ജീവിച്ചു പോയവരുണ്ട്. അവർക്കൊക്കെ അങ്ങനെ നരകത്തിൽ ആ സുഹൃതങ്ങളുടെ പേരിൽ സന്തോഷങ്ങളുണ്ടോ? എത്ര ആളുകൾക്ക് വീടുണ്ടായി കൊടുത്തവരുണ്ട് അല്ലേ? പട്ടിണി മാറ്റിയവരില്ലേ? രോഗചികിത്സ നടത്തിയവരില്ലേ? പലരും ഇല്ലേ? അവർക്ക് കിട്ടണ്ടേ? സുഹൃതം എന്നുള്ള പേരിലാണെങ്കിൽ അല്ല, ബുഷ്റ സന്തോഷത്തിന്റെ പേരിലാണ്. അങ്ങനെ കിട്ടാനുള്ള കാരണം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട സന്തോഷം കൊണ്ടാണ്. ആ ഒരു പ്രത്യേകതയാണ് എല്ലാവർക്കും ഉള്ളതല്ല, തങ്ങളുമായി ബന്ധപ്പെട്ടൊരു സന്തോഷത്തിന്റെ പേരിൽ കിട്ടിയൊരു പ്രത്യേകതയാണ്. അതുകൊണ്ടാണ് മഹാന്മാർ ചോദിക്കുന്നത്, ഫമല്ലന്നു ബിൽ അബ്ദില്ലദീ തൂലുംദിഹി ബിഅഹ്മദ മസ്റൂറൻ വമാത മുവഹിദാ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ജീവിതത്തിലുടനീളം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സന്തോഷിച്ച് എല്ലാ ദിവസവും സ്വലാത്ത് ചൊല്ലി മദ്ഹ് ചൊല്ലി തങ്ങളുടെ ചരിത്രങ്ങൾ അപദാനങ്ങൾ വാഴ്ത്തുകയും കേൾക്കുകയും പഠിക്കുകയും ചെയ്ത് മുവഹിദായി മുഅ്മിനായി മരണപ്പെട്ടു പോകുന്ന മനുഷ്യന് കിട്ടുന്ന സന്തോഷം എത്ര വലുതാണ്, ആ മനുഷ്യന് കിട്ടുന്ന സൗകര്യങ്ങൾ എത്ര വലുതാണ്. അല്ലാഹു നമുക്കും നൽകുമാറാകട്ടെ. അത് ചെറിയ ഒരു സന്തോഷമല്ല. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ അങ്ങനെ ഒരു സന്തോഷം രേഖപ്പെടുത്തിയത് കൊണ്ട് വല്ലാത്ത ഒരു സന്തോഷമാണ് ഉണ്ടായത്. നേരത്തെ പറഞ്ഞില്ലേ, സന്തോഷം കൊണ്ടാണ് അബ്ദുൽ മുത്തലിബ് വലിയ സൽക്കാരം ഒരുക്കിയത്. ആ സൽക്കാരം തന്നെ മക്കയിലുള്ള എല്ലാവർക്കും ഒരുക്കിയ സൽക്കാരമാണ്. ഒരു ദിവസം അല്ല, 3 ദിവസം. ബലിയറുത്തത്, അഖീഖ അറുത്തത് വേറുണ്ട്. വേറെ സന്തോഷങ്ങൾ പ്രകടിപ്പിച്ചത് ഇൻഷാ അല്ലാഹ് വേറെയും പറയാനുണ്ട്. അഖീഖ അറുത്തതിന് സന്തോഷം അല്ല കേട്ടോ, വ്യത്യസ്ത ഘട്ടങ്ങളിൽ. അപ്പൊ അതുകൊണ്ടൊക്കെ മനസ്സിലാക്കുന്നത് റബീഉൽ അവ്വൽ 12 അന്ന് കഴിഞ്ഞു പോയില്ലേ,
പിന്നെന്തിനാ സന്തോഷിക്കുന്നത് എന്ന ചോദ്യത്തിന് പ്രസക്തി ഇല്ല. ഉണ്ടോ? പിന്നെ അന്ന് മാത്രം മതിയായിരുന്നല്ലോ. അബ്ദുൽ മുത്തലിബ് സന്തോഷിച്ച് ബലിയർത്തത് ആ ഒരു ഏയിന്റെ അന്ന് മാത്രമല്ല, 3 ദിവസം ആദ്യഘട്ടത്തിൽ ഭക്ഷണം കൊടുത്തു. പിന്നെയും സന്തോഷങ്ങൾ അള്ളാഹു നൽകിയപ്പോൾ അള്ളാഹുവിനുള്ള ശുക്റായിട്ട് പിന്നെയും ധാരാളം ബലിദാനങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്. അതിന്റെ ബാക്കി ചിത്രങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് പറയാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇത്തരത്തിൽ അസാധാരണത്വം നിറഞ്ഞ, അത്ഭുതങ്ങൾ നിറഞ്ഞ, നമ്മൾ പറഞ്ഞതല്ല, പറയാനുള്ളത് ഇനിയും ധാരാളമുണ്ട്, നിറഞ്ഞ, ഇനിയും പഠിക്കാനുണ്ട് ഒരു ജനനം, ഒരു സുഹൃത ജനനം ലോകത്ത് മറ്റാർക്കുമില്ല. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വന്തമാണ്. ഇത്രയും അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു ജനനം അള്ളാഹു മറ്റാർക്കും നൽകിയിട്ടില്ല. വല്ലാത്തൊരു ജനനമാണ്. അന്നത്തെ ആ ഒരു ദിവസം അത്ഭുതങ്ങൾ, ഏറ്റവും ലോകത്ത് അത്ഭുതങ്ങൾ സംഭവിച്ച, തുല്യതയില്ലാത്ത അത്ഭുതങ്ങൾ സംഭവിച്ച ദിവസങ്ങളാണ്. ആ അത്ഭുതങ്ങളിലൊക്കെ ഓരോ സൂചനകളുണ്ട്. വെറുതെ സംഭവിച്ചൊന്നുമല്ല. അധികാരി വർഗത്തിന്റെ അധികാരങ്ങളൊക്കെ അനീതിപരമായിട്ട് ലോകത്ത് വരുമ്പോ അവിടൊക്കെ നീതി സ്ഥാപിക്കുമെന്നാണ് കോട്ടകളൊക്കെ വരച്ചതിന്റെ അർത്ഥം. പലതും കെട്ടുപോയതും വറ്റിപ്പോയതൊക്കെ അന്ധകാരമായ നിബിഡമായ വിശ്വാസങ്ങൾ, അന്ധവിശ്വാസങ്ങളൊക്കെ ലോകത്ത് അസ്തമിച്ച് സത്യവിശ്വാസം ലോകത്ത് പുലരും. എല്ലാ ഭാഗത്തേക്കും ആ വെളിച്ചം വീശിയത്, എല്ലാ ഭാഗത്തേക്കും അവിടുത്തെ ശരീഅത്ത് വ്യാപിക്കും. ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിലോ ഒരു ഖബീലയിലോ മാത്രം ഒതുങ്ങി നിൽക്കൂല. ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും അവിടുത്തെ ആ പ്രകാശം വ്യാപിച്ചതുകൊണ്ട് എല്ലാ ഭാഗത്തേക്കും മതിയെത്തും. അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ വഅന്തലമ്മാ ഉലിത്ത അശ്റഖത്തിൽ അർളു വളഅത് ബിനൂരിക്കൽ ആഫാഖു ഫനഹ്നു ഫീ ദാലികൽ ളിയാഇ വഫിന്നു ദീവസുബുലിഷ് റശാദി നസ്തബിഖു. ഓ നബിയെ, തങ്ങൾ ഉദയം ചെയ്തപ്പോ എല്ലാ ഭാഗങ്ങളും അവിടുത്തെ ഉദയം കൊണ്ട് പ്രഭാപൂരിതമായപ്പോൾ ആ പ്രകാശ കിരണങ്ങളിലാണ് ഞങ്ങൾ ഇന്നും ജീവിക്കുന്നത്. ആ നേർവഴിയിലാണ് ഞങ്ങൾ ഇന്നും സ്വീകരിച്ചിരിക്കുന്നത്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വലിയ സവിശേഷതകളാണ് അല്ലാഹു നൽകിയത്. ചെറിയ സവിശേഷതയല്ല. അവിടുത്തെ ജനനം നടന്ന ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ശരീരത്തിന്റെ സ്വകാര്യ ഭാഗങ്ങൾ ലോകത്തൊരു കുട്ടിക്കും അല്ലാഹു കാണിച്ചിട്ടില്ല. അവിടുത്തെ സൗന്ദര്യം തുല്യതയില്ലാത്ത സൗന്ദര്യമാണ്. സാധാരണ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ തുടച്ച് വൃത്തിയാക്കുന്നത് പോലെ വൃത്തിയാക്കേണ്ട ഒന്നും ഇല്ല. കാരണം തങ്ങൾ ജനിക്കുമ്പോൾ തങ്ങളുടെ ആ ഒരു ശരീരത്തിന്റെ സൗന്ദര്യത്തെ പറ്റി ഹദീസിൽ വന്നത് ഒരു കവിതയായി ഒരു പുണ്യവാക്കായി നമ്മൾ പാടാറുണ്ട്. വലദതുഹു മഖ്തൂനൻ വമക്ഹൂലൻ കമാ ഖദ് ജാഅ ഫിൽ ഖബരി സ്വഹീഹിൽ മുസ്നദു. സ്വഹീഹായ ഹദീസിൽ വന്നതുപോലെ ഖിതാൻ ചെയ്യപ്പെട്ടവരായി, ചേലാകർമ്മം നടത്തപ്പെട്ടവരായി തങ്ങൾ ജനിച്ചു. എല്ലാ സംഗതികളും പൂർണ്ണമായ ശേഷം നല്ല ഒരു സമ്പൂർണ്ണ ജന്മമാണ് അവിടുന്ന്. നല്ല സുർമയിടപ്പെട്ട, നല്ല സന്തോഷമുള്ള രീതിയിലാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉദയം ചെയ്യുന്നത്. അതുപോലത്തെ ഒരു ഉദയം, ഒരു ജന്മം ലോകത്ത് മറ്റാർക്കും അല്ലാഹു തആല നൽകിയിട്ടില്ല. ഒരു വ്യത്യസ്ത ജന്മമാണ്. ആ ജന്മത്തിൽ ഏറെ സന്തോഷിക്കാനും ഏറെ ഗുണപാഠങ്ങൾ നുകരാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ സദസ്സ് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ.